ഏവർക്കും നമസ്കാരം. ആദ്യം തന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം സംഘടിപ്പിക്കുന്ന ദൃഷ്ടി 24 എന്ന ഈ ഒരു ടെക് ഫെസ്റ്റിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടിയുടെ ഭാഗമായി നമ്മുടെ എസെൻസ് ഗ്ലോബലിന് ഇങ്ങനൊരു വേദി തന്ന നമ്മുടെ സംഘാടകർക്ക് ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പാനൽ ഡിസ്കഷനിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് പേരെങ്കിലും എസെൻസ് ഗ്ലോബലിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാകും. കുറച്ചധികം നാളുകളായിട്ട് നമ്മുടെ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റ്സിലും ഈവൻ വിദേശ രാജ്യങ്ങളിൽ പോലും എസെൻസ് ഗ്ലോബൽ പരിപാടികൾ നടത്തി വരുന്നുണ്ട്. ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ്, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ, ഹ്യൂമാനിസം ബേസ്ഡ് സൊസൈറ്റി, ഇതാണ് എസെൻസ് ഗ്ലോബൽ മുന്നോട്ട് വെക്കുന്ന ഒരാശയം. നമുക്കറിയാം, ഈ ഒരു അടുത്തിടയ്ക്കായിട്ട് ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എത്ര വളരെ വലിയ രീതിയിലാണ് അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ വേരുറപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത്. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. അതോടൊപ്പം തന്നെ ശാസ്ത്രം പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട്, ശാസ്ത്രമേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അശാസ്ത്രീയത അല്ലെങ്കിൽ അൺസയൻറ്റിഫിക് പ്രാക്ടീസസ് വളരെ വലിയ തോതിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും സയൻറ്റിഫിക് ടെമ്പർ ഇല്ലായ്മയുടെ ഒരു റീസൺ അത് അല്ലെങ്കിൽ സയൻറ്റിഫിക് ടെമ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അൺസയൻറ്റിഫിക് പ്രാക്ടീസസ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വേരുറച്ച് പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ നമ്മൾ ഈ ഒരു പാനൽ ഡിസ്കഷൻ സംഘടിപ്പിച്ചത്, അൺമാസ്കിംഗ് സ്യൂഡോ സയൻസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാനൽ ഡിസ്കഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ നിങ്ങൾ തന്നെയാണ്, ഓഡിയൻസ് തന്നെയാണ്. ഞാനൊരു ഒന്ന് തുടങ്ങി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് പാനലിസ്റ്റുകളോടും ആദ്യത്തെ 1-2 ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നിങ്ങളിലേക്ക് വിട്ടുതരികയാണ്. നിങ്ങൾക്കുള്ള സംശയങ്ങൾ, ചോദ്യങ്ങൾ എല്ലാം പാനലിസ്റ്റുകളോട് ചോദിക്കാം. ധാരാളം സംശയങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം അത്രയും റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഒരു പാനൽ ഡിസ്കഷനായിട്ട് എടുത്തിട്ടുള്ളത്. ഓൾറെഡി നമ്മുടെ പാനലിസ്റ്റുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു, കൃഷ്ണപ്രസാദ് ആൻഡ് ചന്ദ്രശേഖർ രമേശ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അധികം ദീർഘിപ്പിക്കാതെ തന്നെ നമ്മുടെ പരിപാടിയിലേക്ക്, ഡിസ്കഷനിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ആദ്യം തന്നെ ചന്ദ്രശേഖർ രമേശിൽ നിന്ന് ചോദിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ സ്യൂഡോ സയൻസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ കാര്യങ്ങളെല്ലാം അവർ ഒരു ശാസ്ത്രത്തിൻ്റെ വാല് പിടിച്ചാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം, ഹസ്തരേഖാശാസ്ത്രം, ഗൗളിശാസ്ത്രം എന്ന് വേണ്ട ഈ ശാസ്ത്രം കൂട്ടിച്ചേർത്ത് എല്ലാ അന്ധമായിട്ടുള്ള ഈ പറയുന്ന അൺസയൻറ്റിഫിക് കാര്യങ്ങളെയും പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് സ്യൂഡോ സയൻസ്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇതുപോലെ ഒരു പാനൽ ഡിസ്കഷന് എന്നെ ക്ഷണിച്ച എസെൻസ് ഗ്ലോബലിനും അതുപോലെ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ചോദ്യം വളരെ പ്രസക്തമാണ്. എന്താണ് സയൻസ്, എന്താണ് സ്യൂഡോ സയൻസ് എന്നുള്ളതാണ്. അപ്പോൾ സയൻസിന് മുന്നിൽ നമ്മളൊരു പ്രിഫിക്സ് ആയിട്ട് സ്യൂഡോ ചേർക്കുമ്പോൾ സയൻസിനെ വിശേഷിപ്പിക്കുന്ന ഒരു സാധനമൊന്നും അല്ല സ്യൂഡോ സയൻസ് എന്നുള്ളതാണ്. ശാസ്ത്രം നമുക്കറിയാം, ശാസ്ത്രം വർക്ക് ചെയ്യുന്നറിയാം. സയൻസാണ് നമ്മൾ ഇന്ന് കാണുന്ന പല മുന്നേറ്റങ്ങൾക്കും ഉണ്ടായ കാരണമെന്നുള്ളതറിയാം. ഇപ്പം നിങ്ങൾ തന്നെ ഇവിടെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനം, അണ്ടർലൈങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സയൻസ് തന്നെയാണ്. സയൻസിൻ്റെ മെത്തഡോളജിയാണ്. ശാസ്ത്രത്തിൽ നിന്നുള്ള അറിവുണ്ട്, ശാസ്ത്രത്തിൻ്റെ അറിവുകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തഡോളജി ഉണ്ട്. അപ്പോൾ അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ സ്യൂഡോ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഫോൾസ് എന്നാണ്. സയൻസിൻ്റെ ജാർഗനുകളും വാക്കുകളും ഉപയോഗിച്ചിട്ട് സയൻസ് വർക്ക് ചെയ്യുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ അതാണെന്ന് മാസ്കുറേഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്യൂഡോ സയൻസിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസിനെ എങ്ങനെ അറിയാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് സയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, ആ ഒബ്സർവേഷനിൽ നിന്ന് നമ്മളൊരു അനുമാനത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുന്നു. ഹൈപ്പോത്തിസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത് ചെയ്യുന്നത് എന്താണ്? അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നു. ടെസ്റ്റ് ചെയ്ത് നമ്മളത് തെറ്റാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കും. ഹൈപ്പോത്തിസിസ് തെറ്റാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റാതാവുകയും ചെയ്യുമ്പോഴാണ് നമ്മളതൊരു ശാസ്ത്രത്തിൻ്റെ വസ്തുനിഷ്ഠമായ ഒരു കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. സ്യൂഡോ സയൻസിൻ്റെ രീതി ഇങ്ങനെയല്ല. സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഫോൾസിഫയബിലിറ്റി എന്ന് പറയുന്നത്. കാൾ പോപ്പർ എന്ന് പറഞ്ഞൊരു ഫിലോസഫറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പുള്ളിയാണ് ഫോൾസിഫയബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം ശാസ്ത്രത്തിനെ വേർതിരിച്ചറിയാനുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ട് കൊണ്ടുവന്നത്. കാര്യം പുള്ളി ജീവിച്ച കാലഘട്ടത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള 2 പേരെ നമുക്ക് എടുക്കാം. ഒന്ന് സിഗ്മണ്ട് ഫ്രോയിഡ്, മറ്റൊരാൾ ഐൻസ്റ്റൈൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ പറ്റിയുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉണ്ടാക്കി, അത് പ്രെഡിക്റ്റ് ചെയ്തു. അത് എക്സ്പെരിമെൻ്റലി ഒരു സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് എന്താണോ പ്രെഡിക്റ്റ് ചെയ്തത് അത് കാര്യം നടന്നു. അപ്പോൾ അയാളുടെ രീതി ഒരു രീതിയാണ്. ഈ സൈക്കോ അനാലിസിസ് പോലെയുള്ള കാര്യം ഫ്രോയിഡ് കൊണ്ടുവന്നതാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എന്തുകൊണ്ടാണ് ഒരു ആൾക്ക് ഇത്രയും
പ്രശ്നമുണ്ടാകുന്നത് എന്നൊരു ചോദ്യത്തിന് ഫ്രോയിഡ് കണ്ടുപിടിച്ച ഉത്തരം എന്താണ്? ഒന്നുകിൽ അയാളെ വളരെ ചെറിയ കാലത്തിൽ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും ഒരുപാട് പേര്. ഇതേ കാരണം തന്നെ വേറൊരു ചിലപ്പോൾ ഒരാൾ കൂടുതൽ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. രണ്ടും വരുന്ന ഉത്തരങ്ങൾ പറയുന്ന ഒരു രീതിയായിരുന്നു ഫ്രോയിഡിന്റെ. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം വരാനായിട്ട് ഫോൾസിഫയബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ടുവന്നു. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അസത്യവൽക്കരണ ക്ഷമത എന്ന് പറയും. ഒരു കാര്യം നമുക്ക് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റുന്നത് മാത്രമേ സയൻസിന്റെ റെൽമിൽ വരുന്ന ഒരു കാര്യമായിട്ട് വരൂ. അപ്പൊ അതിന് ഒരു ഉദാഹരണം കൂടെ പറയാം. ബർട്ടൺ റസൽ എന്ന് പറഞ്ഞ ആളിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനകത്ത് എപ്പോഴും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, റസൽസ് ടീ പോട്ട് എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് ഭൂമിക്കും ചൊവ്വയ്ക്കും ഇടയിൽ ഒരു ടെലസ്കോപ്പുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ടീ കപ്പ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തെറ്റാണെന്ന് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ബേർഡൻ ഓഫ് പ്രൂഫ്, തെളിവ് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലെയിം കൊണ്ടുവരുന്ന ആളുകളുടെ ആണെന്നുള്ളതാണ്. ഈ സ്യൂഡോ സയൻസിന്റെ ഒരു മുഖമുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും അനുഭവ സിദ്ധാന്തങ്ങളായിരിക്കും. ഇപ്പൊ പോട്ട ധ്യാന കേന്ദ്രത്തിൽ പോയി എൻ്റെ അസുഖം മാറി, എൻ്റെ കുഷ്ഠം മാറി, ഇങ്ങനെ പറയുന്ന അനുഭവങ്ങളാണ് സ്യൂഡോ സയൻസിന്റെ ഒരു കാര്യം. സയൻസിൽ അങ്ങനെയല്ല, ഒബ്ജക്റ്റീവായിട്ട് വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ബർട്ടൺ റസലിന്റെ ഇതിന്റെ ഒരു കാര്യം, ഞാൻ രണ്ട് കാര്യം പ്രധാനമായിട്ട് പറഞ്ഞു. ഒന്ന് ഫോൾസിഫയബിലിറ്റി, രണ്ടാമത്തത് ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ക്ലെയിം കൊണ്ടുവരുന്ന ആളുടെയാണ്. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് സ്യൂഡോ സയൻസിനെ എളുപ്പം തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. സയൻസ് ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കും. ഇപ്പോൾ ഫോൾസിഫയബിൾ അല്ലാത്ത ക്ലെയിമുകൾ ഏതാണ്? ഇപ്പോൾ സാന്റാക്ലോസോ ഫ്ലൈയിങ് സ്പെഗറ്റി മോൺസ്റ്ററോ, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇതാണ്, ദൈവമോ മാടോയോ മറുതയോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ടാണ് ഒരു സ്യൂഡോ സയൻസിന്റെ റെൽമിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫോൾസിഫയബിലിറ്റി ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ തുടക്കം എന്നുള്ളൊരു രീതിയിൽ ഞാൻ ഇത്രയും പറഞ്ഞു വയ്ക്കാം. സ്യൂഡോ സയൻസിന്റെ റെൽമിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഹോമിയോപ്പതി ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, ആസ്ട്രോളജി ആയിക്കോട്ടെ, ഫലഭാഗ ജ്യോതിഷം ആയിക്കോട്ടെ, ഇതുപോലെയുള്ള 100 കണക്കിന് കാര്യങ്ങളുണ്ട്. കൂടുതലും വൈദ്യശാസ്ത്രത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് സ്യൂഡോ സയൻസ് കാണാം. നമ്മുടെ വാട്സാപ്പിലൊക്കെ എന്നും വരുന്ന പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം സ്യൂഡോ സയന്റിഫിക് ആണ്. തുടക്കം എന്നുള്ള രീതിയിൽ ഞാൻ ഇത്രയും പറഞ്ഞു വയ്ക്കും. എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും എന്താണ് നമ്മൾ ഈ ഒരു പാനൽ ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം എന്നുള്ള ഒരു കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ KP-യോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അടുത്തിടയ്ക്ക് ഇതുപോലൊരു വേദിയിൽ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഗൈനക്കോളജിസ്റ്റുമായിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമാണ്, പുള്ളിക്കാരി ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് അലോപ്പതിക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ആയുർവേദത്തിന് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു, അതിൻ്റെ കൂടെ സൈഡായിട്ട് ആയുർവേദത്തിൻ്റെ എന്തെങ്കിലും ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുന്നെങ്കിൽ കിട്ടിപ്പോക്കോട്ടെ, അങ്ങനെയാണ് പുള്ളിക്കാരി പറഞ്ഞത്. സോ ഇത്തരത്തിൽ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് സംസാരിക്കുന്നതിന് മുൻപ് ഈ ആയുർവേദം എങ്ങനെയാണൊരു അന്ധവിശ്വാസം ആവുന്നത് എന്ന് പറയണമല്ലോ. അത് പറഞ്ഞിട്ട് വേണം എന്തുകൊണ്ടായിരിക്കാം ഈ ആധുനിക വൈദ്യം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കൂടി നമ്മൾ അറിയേണ്ടതുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഒരു സാധാരണ ഒരു ഭാരതീയനെ സംബന്ധിച്ച്, ഇന്ത്യക്കാരനെ സംബന്ധിച്ച് നമ്മുടെ കുട്ടിക്കാലം മുതലേ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള കുറേ മെഡിക്കൽ സിസ്റ്റംസ് ഉണ്ട്. മോഡേൺ മെഡിക്കൽ സിസ്റ്റംസ്, തൊട്ട് വീട്ടിൻ്റെ പരിസരത്തൊക്കെ MBBS പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും. പിന്നെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ആയുർവേദം, ഹോമിയോപ്പതി, പിന്നെ യുനാനി കേട്ടിട്ടുണ്ടാവാം. പിന്നെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് അക്യുപങ്ക്ചർ പോലുള്ളത്, പിന്നെ യോഗ പോലുള്ള സിസ്റ്റംസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ പൊതുവേ ആ കാലഘട്ടത്ത്, കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ മനസ്സിനകത്തേക്ക് ഉറച്ചു പോയിട്ടുള്ളൊരു ആശയമെന്ന് പറയുന്നത്, ഓക്കെ, ഇതെല്ലാം മനുഷ്യനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള പല പല രീതികളാണ്. ഇത് വെച്ചിട്ട് മനുഷ്യൻ എന്തെങ്കിലും ഒരു ശാരീരികമോ അല്ല ഇനി മാനസികമായിട്ടുള്ളൊരു പ്രശ്നം വന്നാൽ തന്നെ നമുക്കിത് വെച്ച് ചികിത്സിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ കൊടുത്ത് ആ മനുഷ്യനെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുമല്ലോ എന്നാണല്ലോ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ വിചാരിക്കുന്നത്. അതുകൂടാതെ തന്നെ സർക്കാർ സ്പോൺസർ ചെയ്തുകൊണ്ട് മെഡിക്കൽ കോളേജുകളും യൂണിവേഴ്സിറ്റികൾ പോലും ഇതുപോലത്തെ മെഡിക്കൽ സിസ്റ്റംസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു അന്ധവിശ്വാസമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട യാതൊരു സാഹചര്യവും നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ഇത് എപ്പോഴാണ് ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാവുന്നത്, ഇതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ളത്.
ഇപ്പം ആയുർവേദത്തിനെ എടുക്കുക. ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരും അതുപോലെ തന്നെ മറ്റ് ആചാര്യന്മാരും വൈദ്യന്മാരും ഈവൻ ചരിത്രകാരന്മാർ പോലും അവകാശപ്പെടുന്നത് അതിന് 5000 വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നാണ്. ഈവൻ ഭാരതം ഉണ്ടാവുന്നതിനും എത്രയോ മുമ്പേ തന്നെ ഇവിടെ നിലനിന്നിരുന്ന ഒരു പ്രാചീനമായിട്ടുള്ള ഒരു ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയായിരുന്നു ആയുർവേദം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് ഈ അടുത്ത കാലഘട്ടത്തിലാണ് വരുന്നത്. നിങ്ങൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് എടുത്ത വാക്സിനുകൾ പോലും 100 വർഷത്തെ പഴക്കമില്ലാത്ത എത്രയോ വാക്സിനുകളുണ്ട്. പക്ഷെ അതിനേക്കാൾ എത്രയോ ഇരട്ടി പഴക്കം ചെന്നിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദത്തിൻ്റെത്. അപ്പോൾ ആയുർവേദത്തിന് അത്രമാത്രം പാരമ്പര്യം ഉള്ളത് കൊണ്ട് തന്നെ അതിന് അത്രമാത്രം ആധികാരികതയുണ്ട്. അത്രയും കാലത്തെ മനുഷ്യന് ചികിത്സിച്ച ഒരു പാരമ്പര്യം ആ ചികിത്സാ രീതിക്ക് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഈ മനുഷ്യ ശരീരത്തിനെയാണല്ലോ ചികിത്സിക്കുന്ന ഒരു വൈദ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ശരീരത്തിനെ എങ്ങനെയാണ് ആയുർവേദം കണക്കാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഇന്നത്തെ കാലത്ത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് വളരെ പരിഹാസ്യമായിട്ട് തോന്നും. പിന്നെ പഴയ കാലഘട്ടത്ത് 5000 വർഷം, യഥാർത്ഥത്തിൽ 5000 വർഷമൊന്നും ആയുർവേദത്തിന് പാരമ്പര്യം ഇല്ല. അതെല്ലാം പറഞ്ഞു വെച്ചിട്ടുള്ള വെറും നറേറ്റീവ് മാത്രമാണ്. എങ്കിൽ പോലും ഇത്രയും വർഷം ഒരു 2000 വർഷത്തെ പാരമ്പര്യം നമുക്ക് കണക്കാക്കാം ആയുർവേദത്തിന്. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ അന്നത്തെ മനുഷ്യൻ്റെ ചിന്തയുടെ പ്രതിഫലനം മാത്രമാണ് ആ ചികിത്സാ രീതിക്കകത്തെല്ലാം ഉള്ളത്. അതിൽ കൂടുതൽ അതിനകത്തൊന്നും ഉണ്ടാവില്ല. മനുഷ്യൻ്റെ ശരീരത്തിൽ ഇപ്പോൾ എത്ര അസ്ഥി ഉണ്ടാവും? 206 അസ്ഥി കൃത്യമായിട്ട് അറിയാം. ഏത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു പോയാലും അറിയാം. ആയുർവേദത്തിൽ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന 3 ആചാര്യന്മാരുണ്ട്. ചരകൻ, വാഗ്ഭടൻ, പിന്നെ സുശ്രുതൻ. ഈ 3 പേര്, ഇവരുടെ 3 പേരുടെ കോൺട്രിബ്യൂഷൻസ് ആണ് പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ കാണുന്ന ആയുർവേദത്തിൻ്റെ മൂലഗ്രന്ഥങ്ങളായിട്ട് കണക്കാക്കുന്നവയൊക്കെ ഉള്ളത്. ഈ സുശ്രുതനെ അറിയപ്പെടുന്നത് വലിയ സർജനായിട്ടാണ്. പ്ലാസ്റ്റിക് സർജറിയുടെ ഫാദറായിട്ടും സർജറിയുടെ ഫാദറായിട്ട് പോലും പലപ്പോഴും ഒക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ സുശ്രുതനും ചരകനും തമ്മിൽ വലിയൊരു ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. മനുഷ്യൻ്റെ ശരീരത്തിൽ എത്ര അസ്ഥി ഉണ്ടായിരുന്നു എന്നുള്ളതിനെ ചൊല്ലി. സുശ്രുതനും ചരകനും 206 അസ്ഥി മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് അറിയില്ലാത്ത സർജന്മാരായിരുന്നു ഇവരൊക്കെ. അപ്പോൾ ഞാൻ ഈ കാര്യം എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ അസ്ഥി എണ്ണാവുന്നതേ ഉള്ളൂ. എണ്ണാൻ അറിയാമെങ്കിൽ ശരീരത്തിൽ അസ്ഥി എണ്ണാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവർക്ക് ആർക്കും ശരീരത്തിൻ്റെ അസ്ഥി എണ്ണി എത്ര ഉണ്ടെന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ മഹാരഥന്മാർക്കൊന്നും കഴിഞ്ഞില്ല. എന്നിട്ട് ചോദിക്കും, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ, ഇതൊക്കെ ഇപ്പോൾ പറയേണ്ട പ്രസക്തിയുണ്ട്. ഇതാണ് സുഹൃത്തുക്കളെ ഇവിടെ ഗവൺമെൻറ് നിങ്ങളുടെ ടാക്സ് മണി ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ആയുർവേദ കോളേജിൽ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. ചരകൻ്റെ അനാട്ടമി പഠിക്കണം, സുശ്രുതൻ്റെ അനാട്ടമി പഠിക്കണം, അതുകൂടാതെ മോഡേൺ അനാട്ടമിയും പഠിക്കണം. മനുഷ്യനാണല്ലോ ചികിത്സിക്കുന്നത്. അപ്പോൾ ആധുനിക മനുഷ്യൻ്റെ ശരീരം അറിഞ്ഞെങ്കിലേ എന്തെങ്കിലുമൊക്കെ നടക്കൂ. അതുകൊണ്ട് മോഡേൺ അനാട്ടമി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഉപയോഗമില്ലാത്ത ഈ അട്ടർ വേസ്റ്റ് ഈ പഠിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പോഴും നമ്മുടെ ടാക്സ് മണി ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ അധ്യാപകർക്ക് കാശും കൊടുത്തിട്ട് ഇത് പഠിപ്പിക്കുന്നത്. ഇത് അനാട്ടമിയുടെ ഒരു കാര്യം മാത്രമാണ്. ഇതുപോലെ ശുദ്ധ മണ്ടത്തരങ്ങൾ ധാരാളം ആയുർവേദത്തിനകത്തുണ്ട്. അത് നമുക്ക് വഴിയെ പറയാം. ഒരുപാട് സമയമുണ്ടല്ലോ സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട് ആധുനിക മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴെങ്കിലും ഇതെടുത്തൊന്ന് വായിച്ചു നോക്കണം ഇതിനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. അത് വായിച്ച് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇതെല്ലാം വളരെ പാരമ്പര്യമുള്ള മഹനീയമായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ തോന്നിയിട്ടുള്ള കുറേ ഡോക്ടർമാരാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന കുറച്ച് ഡോക്ടർമാരും കൂടിയുണ്ട്. കാരണം എപ്പോഴും 5000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ചികിത്സാ രീതി, അത്രയും മഹത്തായ ആശയങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അവരോട് ഒരു താല്പര്യം തോന്നുക എന്ന് പറയുന്നത് അതൊരു സ്വാഭാവിക നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് ഒരുപാട് ആൾക്കൂട്ടം കൂടുന്ന സമയത്ത് അതിനകത്തൊരു എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ബാക്കി നമുക്ക് വഴിയെ സംസാരിക്കാം. അതിൻ്റെ കൂടെ കൂടിച്ചേർക്കാനൊരു കാര്യമുള്ളത്, ഞാൻ പറഞ്ഞില്ലേ ആ ഡോക്ടർ പറഞ്ഞ തന്നെ ഇതാണ്, അലോപ്പതിക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ആയുർവേദത്തിന് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഏരിയ പോലും കറക്റ്റായിട്ട് അറിയില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ യൂട്യൂബിലൊക്കെ ധാരാളം മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഇത്തരത്തിൽ ആയുർവേദത്തെയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള പൊടിക്കൈകൾ ചെയ്താൽ മതി അങ്ങനെയൊക്കെ. അപ്പം അത് സാധാരണ ജനങ്ങളിൽ ഒരുപാട് തെറ്റിദ്ധാരണയല്ലേ പരത്തിക്കൊണ്ടിരിക്കുന്നത്? സത്യമാണ്. ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരുപാട് MBBS ഡോക്ടേഴ്സ്മാരുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഈ മോഡേൺ മെഡിസിന് ചെയ്യാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങൾ ആയുർവേദം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ലാത്തത്. ഇപ്പം ക്യാൻസറിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ഓട്ടിസത്തിന് ചികിത്സിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഹൃദ്രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല. ഏതെങ്കിലും പകർച്ചവ്യാധികൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല. കോവിഡ് വന്നു,
2019 നമ്മൾ കോവിഡ് ഡിറ്റക്ട് ചെയ്തു. അത് ഡിറ്റക്ട് ചെയ്ത് ഏതാനും മാസങ്ങളിലുള്ളിൽ തന്നെ ആ വൈറസിനെ അതിൻ്റെ DNA സീക്വൻസ് അതിന് RNA ജീനോം സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പലതരത്തിലുള്ള വേരിയേഷൻസിനെ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കിറ്റുകൾ വികസിപ്പിച്ചു. അധികം താമസിയാതെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വാക്സിനുമൊക്കെ ഡെവലപ്പ് ചെയ്തു. ഈവൻ എമർജൻസി കേസുകളിൽ ഉപയോഗിക്കേണ്ട വളരെ അപൂർവമായിട്ടുള്ള പല മരുന്നുകൾ പോലും റീപർപ്പസ് വരെ ചെയ്തു. ഇത്രയും സംഭവങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടും യാതൊരു തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസും ഈ അസുഖത്തിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാതിരുന്ന ഒരു കൂട്ടരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഇതര വൈദ്യം അഥവാ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം രോഗം എന്താണെന്ന് അവർക്ക് അറിയേണ്ട ആവശ്യമേ ഇല്ല. കാരണം അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസം ഉള്ളിടത്തോളം കാലം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുന്നിലൊരു പ്രോബ്ലം ഇല്ല. കുറേ വിശ്വാസങ്ങളുണ്ട്, ഒരു വിശ്വാസ പ്രമാണങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതര വൈദ്യങ്ങളെ പറ്റി സംസാരിക്കാനാണെങ്കിൽ നമുക്ക് ധാരാളം ഉണ്ട്. അപ്പം വീണ്ടും നമ്മൾ KP വരാം. അതിനു മുൻപായി നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇരിക്കുന്നത്. ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന, ആർക്കിടെക്ചർ പഠിക്കുന്ന ധാരാളം കുട്ടികളുണ്ടാവും. ഇവർക്ക് പലപ്പോഴും ഇവരുടെ ഒരു ജോലി മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സമയത്ത് ഇവർ പഠിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ പഠിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു കാര്യമാണ് വാസ്തുശാസ്ത്രം എന്നാണ് പറയുന്നത്. അപ്പം ഈ പറയുന്ന വാസ്തുശാസ്ത്രത്തിൽ എന്തെങ്കിലും ശാസ്ത്രമുണ്ടോ? ഈ ശാസ്ത്രം എന്നുള്ള ഒരു സാധനം കേൾക്കുമ്പോൾ നമ്മൾ യൂഷ്വലി സയൻസിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. സയൻസിന് പകരം നമുക്ക് മലയാളത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കായിട്ടുള്ളതാണ് ശാസ്ത്രം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ശാസ്ത്രം എന്ന് പറയുന്നത് ശാസിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അല്ലാതെ സയൻസിൻ്റെ ഒരു എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. സയൻസിന് സയൻസ് എന്ന് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുപോലെയുള്ള ചില ശാസ്ത്രങ്ങളാണ് ഈ വാസ്തുശാസ്ത്രം, പല്ലിശാസ്ത്രം, ഗൗളിശാസ്ത്രം, ഹസ്തരേഖാശാസ്ത്രം. എല്ലാത്തിൻ്റെ കൂടെയും ശാസ്ത്രമുണ്ട്, പക്ഷേ ഇതൊന്നും സയൻസ് അല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി വാസ്തുശാസ്ത്രത്തിനെ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഈ വാസ്തുവിദ്യ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബിൽഡിംഗ് കെട്ടണം, അതിന് എന്തുമാത്രം ഫൗണ്ടേഷൻ വേണം, അല്ലെങ്കിൽ എന്തായിരിക്കണം അതിൻ്റെ ചുറ്റളവ്, എത്രത്തോളം താഴ്ചയിൽ അടിസ്ഥാനത്തിന് കുഴിക്കണം, ആരുടം എങ്ങനെയായിരിക്കണം, പഴയ ഓടിട്ട കൺസ്ട്രക്ഷനൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ തരം മരങ്ങൾ ഉപയോഗിക്കണം. നമ്മളിപ്പോൾ കോമ്പോസിറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ഉപയോഗിക്കാൻ, ഒന്നിലധികം മെറ്റീരിയൽ കൊണ്ട് ചെയ്യാം. കല്ലും മരവും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് വാസ്തുവിദ്യയിൽ തന്നെ പറയുന്നത്. അതെന്താണ്, എക്സ്പാൻഷനും അതുപോലെയുള്ള കാര്യങ്ങളെയും അവർക്ക് കൗണ്ടർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വാസ്തുവിദ്യയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ വാസ്തുവിദ്യ അല്ലാതെ തന്നെ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് മുന്നിലത്തെ വാതിലിൻ്റെ വലിപ്പം എന്തായിരിക്കണം, അല്ലെങ്കിൽ വലിപ്പം കുറഞ്ഞാലോ കൂടിയാലോ നിങ്ങളുടെ ഭാര്യയ്ക്ക് മരണം സംഭവിക്കും, അല്ലെങ്കിൽ ഭാര്യ വ്യഭിചാരിയായി പോകും, അല്ലെങ്കിൽ 2 ഡയഗണൽ അതിനകത്ത് വരയ്ക്കുകയാണെങ്കിൽ എൻ്റെ നടുക്കുള്ള ഭാഗത്ത് നമ്മൾ എന്ത് പ്രതിഷ്ഠിക്കണം, അതല്ലാത്ത കാര്യം വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വരും. ഇങ്ങനെ ഒരു ഭീതി വ്യാപാരത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. കുറേ കാര്യങ്ങളുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അത് തട്ടിപ്പോവും, ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതും വാസ്തുശാസ്ത്രമായിട്ട് യാതൊരു ബന്ധമില്ല. ഇനി വാസ്തുവിദ്യ പ്രകാരം ഇപ്പം നിങ്ങൾ ആർക്കിടെക്ചറോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിങ്ങോ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളൊരു പ്രൊഫഷണലായിട്ട് മാറുന്ന സമയമാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ക്ലയൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരെല്ലാവരും ഈ വാസ്തുവിദ്യയുടെ അരിവും മൂലയും പഠിച്ചിട്ടായിരിക്കും ഈ ഓരോരുത്തരിയ്ക്കുന്ന കന്നിമൂലയിൽ കക്കൂസ് വയ്ക്കണോ എന്നുള്ള ചോദ്യമായിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് വരുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഭാര്യ മൂലനക്ഷത്രമാണ്, ഈ വീട്ടിൻ്റെ ഈ ഭാഗത്ത് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്നുള്ള ചോദ്യം കൊണ്ടാണ്. എനിക്ക് ക്യാൻസർ വരുമോ, എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വരുമോ, എൻ്റെ അമ്മ മരിച്ചു പോവോ, ഇതാണ് നിങ്ങളടുത്ത് വന്ന് കൺസൾട്ട് ചെയ്യുന്ന കാര്യം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഒരു 6 മാസം വാസ്തുവിദ്യയെ കൂടെ പഠിക്കാനായിട്ട് പോകും. അതായത് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും പുറത്ത് ഇതൊന്നും അല്ലാത്ത ഇതിനേക്കാൾ വലിയൊരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് 6 മാസം കൊണ്ട് കിട്ടും. ഇത് വെച്ചിട്ട് നിങ്ങൾ പ്ലാൻ വരയ്ക്കും, നിങ്ങൾ ക്ലയൻറ്റിനെ ഉണ്ടാക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, മെഷർമെൻറ്റ്സിൻ്റെയൊക്കെ സ്റ്റാൻഡർഡൈസേഷൻ. നമുക്കൊരു മീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും 1 മീറ്ററാണ്. ഇവർ മെഷർ ചെയ്യുന്ന ഇതിലൊന്നും അല്ല. ഇന്ത്യൻ നിയമപ്രകാരം തന്നെ വേറെ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം അല്ലാതെ വേറെ സിസ്റ്റം ഉപയോഗിക്കാൻ പാടില്ല. ഇവർ ഉപയോഗിക്കുന്നത് അങ്കുലവും കോലും ഒക്കെയാണ്. അങ്കുലം എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചത്. ഇതിൻ്റെ 22 എണ്ണം വരുമ്പോഴത്തേക്കും ഒരു കോലാകുന്നു. ഇങ്ങനെയുള്ള കണക്കാണ്. എന്നിട്ട് പെരിമീറ്റർ അളക്കുന്നു. ഇത് ഓരോരുത്തർ വന്ന് അളക്കുമ്പോഴും വ്യത്യാസമായിരിക്കും. ഒരു പെരിമീറ്ററിൻ്റെ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദോഷം വരുന്നുള്ളതായിരിക്കും. വേറൊരു സാധനം വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് ഗുണകരമായിരിക്കും എന്നുള്ളത്. ഓരോരുത്തരെ അളക്കുമ്പോഴും നിങ്ങൾക്ക് വ്യത്യാസം വരും. നിങ്ങൾ എങ്ങനെയാണ് കൃത്യമായ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്?
അതുപോലെ ഓരോ സ്ഥലത്ത് നിന്ന് തിരിയാനും കാര്യങ്ങൾക്കും ഒക്കെ ഉള്ള സ്ഥലം നമ്മൾ കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്യണം. ഒരു പടിയുടെ റൈസ് എത്രയായിരിക്കണം, ഇതൊക്കെ നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് ഡിസൈൻ ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് ഇവിടെ അത് പോരാ, ഇത് മാറ്റൂ എന്ന് പറഞ്ഞിട്ട് ഒരു വിവരമില്ലാത്ത ഒരു വാസ്തുക്കാരൻ വന്നിട്ട് നിങ്ങളെ കൊണ്ട് നിങ്ങൾ പഠിച്ച സയൻസ് ഉപേക്ഷിച്ചിട്ട് കപടശാസ്ത്രം പ്രാക്ടീസ് ചെയ്യാൻ നിർബന്ധിക്കും. അതുകൊണ്ടാണ് ഈ വാസ്തുശാസ്ത്രം നമ്മൾ വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് പറയുന്നത്. ഈ ഒന്നാമത്തെ കാര്യം, വീട്ടിൽ കക്കൂസ് എന്ന് പറഞ്ഞൊരു സങ്കല്പമേ പണ്ടില്ല. ഇത് കന്നിമൂല എന്ന് പറയുന്നത് യൂഷ്വലി സൂതികാഗ്രഹമാണ്, പ്രസവ മുറിയാണ്. ഇപ്പോൾ പ്രസവിക്കുന്ന എല്ലാവരും ആശുപത്രിയിലാണ്. അപ്പോൾ ഇവിടെ അവർ മാസ്റ്റർ ബെഡ്റൂം ആക്കി. പണ്ട് പുറത്താണ് ബാത്റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്നു പറഞ്ഞുള്ള വിരട്ടാണ് ഈ വാസ്തുശാസ്ത്രത്തിനകത്തുള്ളത്. ഇന്നത്തെ കാലത്ത് നമ്മളത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ പോലും നിങ്ങൾ ഒരു പശുവിനെ അഴിച്ചു വിടണം. 41 ദിവസം കഴിയുമ്പോൾ പശു എവിടെ പോയി കിടക്കുമോ അവിടെ പോയി വീട് കെട്ടണം എന്നൊക്കെയാണ്. പിന്നെ മണ്ണിൻ്റെ മണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അല്ലാതെ അതിനകത്ത് യാതൊരു സയൻസും ഇല്ല. ഇപ്പം അവർ സയൻസിൻ്റെ പുറമോടി എടുത്ത് ഇതിന് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ചെതൽപുറ്റ് പിരമിഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ നടുക്കാണ് കേന്ദ്രസ്ഥാനം, വൈറ്റൽ എനർജി, ഇങ്ങനെയുള്ള കുറേ ഉടായ്പകളാണ് ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ വാസ്തുവിദ്യ അല്ലെങ്കിൽ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെക്നിക്കുകളെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. പക്ഷേ ഇതിനോട് കൂടെ വെക്കുന്ന ഈ ഭീതി വ്യാപാരം നമ്മൾ തള്ളിക്കളയേണ്ടതാണ്. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനകത്ത്. ഇതിങ്ങനെ തള്ളിക്കളയണം എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ഒരു നാട്ടിലെ ആളുകൾ അത് ഡിമാൻഡ് ചെയ്യുമ്പോൾ, ഈവൻ ഇഫ് നമ്മളത് ബിലീവ് ചെയ്യുന്നില്ല എങ്കിൽ പോലും പലപ്പോഴും നമ്മൾ നിർബന്ധിതരാവുമല്ലേ അത് ചെയ്യാൻ. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ്, അവിടെയാണ് നമ്മൾ ഒരു ക്ലയൻറ്റ് സാറ്റിസ്ഫൈ, ഈ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തുള്ള ഒരു മാർഗം. നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു വാഷ് ബേസിൻ വയ്ക്കുന്ന ഒരു സ്ഥലം, ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസ് ആണ്, ഒരാൾക്ക് നിന്ന് തിരിയാൻ പോലെയുള്ള സ്ഥലം. അപ്പോൾ അതിന് മിനിമം എത്ര വേണം എന്നുള്ളത് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. നമുക്കൊരു എർഗണോമിക്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതറിയാവുന്ന ഒരാൾ ഡിസൈൻ ചെയ്യുന്നതും വാസ്തുകാരൻ ചെയ്തതും വീട്ടിൽ കയറിയാൽ തന്നെ അറിയാൻ പറ്റും. പലപ്പോഴും വീട്ടിനകത്ത് സ്ഥലം കാണില്ല, പുറത്തായിരിക്കും. പിന്നെ പലരും പറയുന്നത് വെച്ചാൽ എനിക്ക് വാസ്തുവിൽ ഒന്നും വിശ്വാസമില്ല. കാര്യം എപ്പോഴും നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് വാസ്തുവിലൊന്നും വലിയ വിശ്വാസം, പക്ഷെ എന്നെങ്കിലും ഇത് വിൽക്കണമെങ്കിൽ കക്കൂസ് കന്നിമൂലയിലായതുകൊണ്ട് വിൽക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളുടെ അന്ധവിശ്വാസങ്ങളെ നമ്മൾ പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്ത് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കെട്ടിക്കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വാസ്തു പഠിച്ചിട്ട് വാസ്തുപ്രകാരം കെട്ടും വാസ്തു കൺസൾട്ടൻറ്റ് പ്ലസ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് വയ്ക്കേണ്ട കാര്യമില്ല. അത് ഒരു വെറും കോമാളിത്തരമായി പോകുന്നുള്ളതാണ് അതിനകത്തുള്ളൊരു പ്രശ്നം. എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് ഓഡിയൻസിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇതിനോടകം തന്നെ ധാരാളം സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് കൈപൊക്കിയാൽ മതി, മൈക്ക് അവിടെ കൊണ്ടുവരുന്നതായിരിക്കും. ഈ സ്യൂഡോ സയൻസ് എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് ഈ പാരമ്പര്യ ചികിത്സാ രീതി ആയിരിക്കുമല്ലോ. ഈ പലരോടും സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ പാരമ്പര്യ ചികിത്സാ രീതിയും ആധുനിക ചികിത്സാ രീതി തമ്മിലുള്ള വ്യത്യാസം ഇതിലുള്ള ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെൻസിൻ്റെ ഒക്കെയുള്ള ഉപയോഗമാണ്. അപ്പോൾ ഈ ഒരു സംവിധാനം പുതിയ പാരമ്പര്യ ചികിത്സാ രീതിയിൽ കൂടെ കൊണ്ടുവരുവാണെങ്കിൽ കൂടുതൽ മെച്ചം പാരമ്പര്യ ചികിത്സാ രീതിക്കായിരിക്കും. കാരണം മരുന്നുകൾ അനാവശ്യമായിട്ട് മനുഷ്യനിൽ ഒരു പരീക്ഷണ വസ്തുവായിട്ട് കാണുവാണ്. അപ്പം അതിൽ അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ആയുർവേദത്തിലില്ല, ഇതിലെല്ലാം ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു വാദഗതിയോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ്? അതുപോലെ തന്നെ ആയുർവേദം ശരിക്കും ഒരു സ്യൂഡോ സയൻസ് ആണോ? ആദ്യം മരുന്നിൻ്റെ കാര്യം എന്ന് പറയാം. അതായത് മോഡേൺ മെഡിസിനിൽ അനാവശ്യമായിട്ട് മരുന്ന് കഴിക്കുന്നു. ആയുർവേദത്തിനാണെങ്കിൽ ആ പ്രശ്നമില്ല, ആവശ്യമുള്ള സമയത്ത് മാത്രമേ മരുന്ന് കൊടുക്കുന്നുള്ളൂ. അത് യഥാർത്ഥത്തിൽ തെറ്റായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. കാരണം ആയുർവേദത്തിലാണ് ആവശ്യമില്ലാതെ മരുന്ന് കൊടുക്കുന്നത്. ആയുർവേദത്തിൽ ചികിത്സ 2 രീതിയിലാണുള്ളത്. ഒന്ന് സ്വസ്ഥവൃത്തം, രണ്ടാമത്തത് ആതുരവൃത്തം എന്ന് പറയുന്നത്. സ്വസ്ഥവൃത്തം എന്ന് പറയുന്നത് എനിക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പുകളാണ്. അത് കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഹെൽത്തും അതുപോലുള്ള വൈറ്റലിറ്റിയൊക്കെ കുറച്ച് എൻഹാൻസ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന ഔഷധങ്ങളും ഈ സ്വസ്ഥവൃത്തത്തിനകത്ത് ഉൾപ്പെടും. അപ്പോൾ രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ആയുർവേദത്തിനകത്ത് മരുന്ന് കഴിക്കുന്ന ഒരു ശീലം ആയുർവേദത്തിന് ഓൾറെഡി ഉള്ളൊരു പ്രത്യേകതയാണ്. പിന്നെ രണ്ടാമതാണ് ആതുരവൃത്തം എന്നുള്ളത്. ആതുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗി എന്നുള്ളത്. രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള സെറ്റപ്പാണ് ആതുരവൃത്തത്തിനകത്തുള്ളത്. അപ്പോൾ വെറുതെ മരുന്ന് കഴിപ്പിക്കുന്നത് മോഡേൺ മെഡിസിൻ ആണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ലാത്തൊരു കാര്യമാണ്. ആയുർവേദത്തിൻ്റെ സഹജമായിട്ടുള്ള അതിൻ്റെ രക്തത്തിനകത്ത് അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ രോഗം ഇല്ലെങ്കിൽ പോലും മരുന്ന് കഴിക്കുക. ഒരു റെജുവിനേഷൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ആയുർവേദത്തിലുണ്ട്. അതായത് നിങ്ങളുടെ ആ യൗവനത്വം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള
കുറച്ച് റെജുവിനേഷൻ ആയിട്ടുള്ള തെറാപ്പീസും അതുപോലെയുള്ള ഹെർബൽ മെഡിസിൻസും ഒക്കെ ആയുർവേദത്തിനകത്തുണ്ട്. ഇനി ആയുർവേദം ഒരു സൂഡോ സയൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആയുർവേദം ഒരു പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ സങ്കല്പത്തിൽ നിന്ന് ജനിച്ചിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളാണ്. അപ്പോൾ ആയുർവേദത്തിൻ്റെ പുസ്തകങ്ങൾ എടുത്ത് മറച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട്, ഞാൻ എല്ലാ ബുക്കും വായിച്ചിട്ടുണ്ട്, ഇവരുടെ 3 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളും വായിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത്, ഇത്രയും പഴയ നോളജ് ആണെങ്കിൽ പോലും ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ മോഡേൺ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിലെ ഓരോ സ്പെഷ്യാലിറ്റി തരംതിരിച്ച് ആ രോഗങ്ങൾ കാണുന്നത് പോലെ ഇപ്പോൾ കുട്ടികൾക്കുള്ള രോഗം, സ്ത്രീകൾക്കുള്ള രോഗം, കണ്ണിന് വരുന്ന രോഗം, അങ്ങനെ രോഗങ്ങളെപ്പോലും അല്ലെങ്കിൽ ആർക്കാണ് വരുന്നത് എന്നുള്ള അടിസ്ഥാനത്തിൽ രോഗങ്ങളെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആയുർവേദം വലിയൊരു ശ്രമം അന്നത്തെ കാലത്ത് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വായിക്കുമ്പോൾ ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നും. പക്ഷേ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെല്ലാം ശുദ്ധ വിഡ്ഢിത്തരമാണെന്നുള്ളതാണ്. ആയുർവേദത്തിൻ്റെ അനാട്ടമി നിങ്ങളെടുത്തൊന്ന് വായിച്ചു നോക്കണം. ആയുർവേദത്തിൻ്റെ അനാട്ടമിയിലെ രസം എന്ന് പറയുന്നത്, അന്നത്തെ കാലത്ത് ശവത്തിനെ കീറി പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് ആ സമൂഹത്തിൽ അംഗീകൃതമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. മാത്രമല്ല, ഈ ആചാര്യന്മാർ ഇതിൻ്റെ കൂടെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചു. രോഗം വന്ന് മരിച്ച ആളിൻ്റെ ശവം കീറി പഠിക്കരുതേ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മോഡേൺ പത്തോളജിയുടെ ബേസിക്സ് തന്നെ അതാണ്. ഈ മനുഷ്യന് രോഗം വന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിനകത്ത് വരുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് പഠിക്കുന്നതാണ് മോഡേൺ മെഡിസിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റുകളിലൊന്ന്. ആചാര്യൻ നേരത്തെ പറഞ്ഞു വെച്ചു, നിങ്ങൾ ആരും അത് കീറി പഠിച്ചു കളയരുതേ എന്നുള്ളത്. അപ്പോൾ അതുകൂടാതെ ഈ ആയുർവേദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത്, ഇവർ രോഗം വരുന്നത് എങ്ങനെ എന്ന് അവർക്കൊരു സിദ്ധാന്തമുണ്ട്. അത് എന്ത് രോഗം ആയിക്കോട്ടെ, അതിപ്പോൾ ഒരു പകർച്ചവ്യാധി ആയിരിക്കാം, അല്ലെങ്കിൽ അതെങ്കിലും മെറ്റബോളിക് ഡിസീസ് ആയിരിക്കാം, എന്ത് രോഗം വന്നു കഴിഞ്ഞാലും അതിന് ഒരു വരാനൊരു കാരണമായിട്ട് ആയുർവേദം പറയുന്നത് ത്രിദോഷത്തിൻ്റെ അസന്തുലിതാവസ്ഥയാണ്. അസന്തുലിതാവസ്ഥ എന്ന് വെച്ചാൽ അതിൻ്റെ ഇക്ലിബ്രിയം സ്റ്റേറ്റ് നഷ്ടപ്പെടുന്ന ഒരു അൺസ്റ്റെബിലിറ്റി ഉള്ള അവസ്ഥേനെയാണ് രോഗം വരാൻ വേണ്ടിയിട്ടുള്ള കാരണമായിട്ട് ആയുർവേദത്തിനകത്ത് പറയുന്നത്. ത്രിദോഷം, 3 ദോഷങ്ങളെ ആയുർവേദം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ട് രോഗങ്ങൾ പലതുണ്ടാവും. ഏത് രോഗം ഇനി കണ്ടുപിടിക്കാനുള്ളൊരു രോഗം, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നൊരു രോഗം, ഏത് രോഗം ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് ഇത് വെച്ചിട്ട് പറയാൻ പറ്റുന്നതേ ഉള്ളൂ. അതായത് ഇവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത രോഗങ്ങളൊന്നും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നർത്ഥം. പക്ഷേ ഡയഗ്നോസ് ചെയ്തിട്ട് അതൊരിക്കലും ഒരു മോഡേൺ ഡോക്ടർ പറയുന്ന ഒരു ഡയഗ്നോസിസിലേക്ക് അവർക്ക് എത്താൻ പറ്റില്ല എന്നുള്ളത് മറ്റൊരു ഒരു കാര്യം കൂടിയാണ്. ഉദാഹരണം ഞാൻ പറയാം, ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ ആയുർവേദത്തിലെ സുശ്രുത സംഹിതയിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ മന്ത് എന്ന് പറയുന്ന രോഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു രോഗമായിരുന്നു. ഇപ്പോൾ പക്ഷേ കൊതുകിൻ്റെ നിയന്ത്രണത്തോടു കൂടിയൊക്കെ ആ രോഗം പയ്യെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇതിനെക്കുറിച്ചിട്ട് സുശ്രുതം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രോഗം വരുന്നത് ഒരുപാട് കാലം മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾക്ക് സമീപം താമസിക്കുന്ന മനുഷ്യരിലാണ്. വളരെ കറക്റ്റായിട്ടുള്ള ഒബ്സർവേഷനാണ്. നമുക്കറിയാം, ഒരുപാട് കാലം വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അവിടെ കൊതുക് മുട്ടയിടും. കൊതുക് മുട്ടയിട്ട് കഴിഞ്ഞാൽ അവിടെ കൊതുക് പെരുകയും, കൊതുകാണ് ഈ രോഗത്തിൻ്റെ ഒരു വെക്ടർ. ഇതിൻ്റെ രോഗ കാരണം മൈക്രോഫൈലേറിയ എന്ന് പറയുന്ന ഒരു സൂക്ഷ്മജീവിയാണ്. പക്ഷെ അതിനെ അടുത്ത ഒരാളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വെക്ടറിൻ്റെ ആവശ്യമുണ്ട്. വെക്ടറായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് കൊതുകാണ്. അപ്പോൾ കൊതുക് കാരണമാണ് ഈ രോഗം പരത്തുന്നത് എന്നുള്ളത് ആ ഒബ്സർവേഷനിലൂടെ കൊതുകാണെന്ന് മനസ്സിലായിട്ടില്ല. ആ വെള്ളവുമായിട്ട് ഈ രോഗത്തിന് എന്തോ ബന്ധമുണ്ടെന്ന് അന്നേ തിരിച്ചറിഞ്ഞിരുന്നു. തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റിൽ സുശ്രുതം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ത്രിദോഷമാണ് ഇതിന് കാരണമെന്നാണ്. ഇതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നത് ഈ ഒരു 2 നൂറ്റാണ്ട് പോലും യഥാർത്ഥത്തിൽ ആയിട്ടില്ല. അതൊരു വിദേശിയാണ് കണ്ടെത്തുന്നത്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെക്ടറിൻ്റെ ആവശ്യമുണ്ട്. അത് കൊതുകാണെന്നും ആ കൊതുകിലൂടെ മൈക്രോഫൈലേറിയ എന്ന് പറയുന്ന ഒരു സൂക്ഷ്മജീവി കാരണമാണ് ഈ രോഗം ഉണ്ടാകുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ കണ്ടിട്ട് അത് ഇത്രയും കാലം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയാതിരുന്നത് ഈ ആയുർവേദത്തിനകത്തുള്ള ഈ അന്ധവിശ്വാസങ്ങൾ കാരണമാണ്. ഈ ത്രിദോഷം എന്ന് പറയുന്ന സംഗതി ഇല്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് മനുഷ്യൻ അന്വേഷിച്ചനെ എന്തുകൊണ്ടായിരിക്കാം ഈ വെള്ളത്തിനടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഈ രോഗം വരുന്നത്. ആ മനുഷ്യൻ്റെ അന്വേഷണ ബുദ്ധിയെ തടഞ്ഞു നിർത്തിയിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്ധവിശ്വാസമാണ് ആയുർവേദത്തിനകത്ത് ഇന്നും പഠിപ്പിക്കുന്ന, ഇന്നും രോഗം ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ത്രിദോഷം എന്ന് പറയുന്നത്. അതൊരിക്കലും ആയുർവേദത്തിൽ നിന്ന് പോവില്ല. അതൊരിക്കലും ആയുർവേദത്തിൽ നിന്ന് എടുത്ത് പരിഷ്കരിക്കാനും പറ്റില്ല. കാരണം അതില്ലെങ്കിൽ ഒരിക്കലും ആയുർവേദം ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇതിനകത്ത് ചോദിച്ച വേറൊരു ചോദ്യം, എന്തുകൊണ്ട് മോഡേൺ
എക്യുപ്മെൻറ്റ്സ് അവർക്ക് കൊടുത്താൽ അവർക്ക് ചികിത്സിക്കാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ. നേരത്തെ ഞാൻ സ്യൂഡോ സയൻസിൻ്റെ ടിപ്പിക്കൽ ലക്ഷണങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് ഈ ഫോൾസിഫയബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ പറഞ്ഞ ത്രിദോഷം, വാദം, പിത്തം, കഫം എന്ന് പറയുന്നത് നമുക്ക് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാര്യം നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെയാണ് പണ്ട് ആന്റണി ബെയ്ജാമ്പ് എന്ന് പറഞ്ഞ ഒരാൾ മയാസ്മ തിയറി കൊണ്ടുവന്നത്. അതായത് സോറ, സിഫിലിസ്, സൈക്കോസിസ് എന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ കാരണമാണ് അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് രോഗം വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് എടുത്ത് നോക്കിയാൽ 2 തരം കാര്യങ്ങളുണ്ട്. ഒന്ന് ഗ്രാഫിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കും, ECG, EEG പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയായിരിക്കും. അല്ലെങ്കിൽ ഇമേജിംഗ് ടെക്നോളജി ഉണ്ട്, എക്സ്റേ അല്ലെങ്കിൽ MRI, പെറ്റ് സ്കാൻ, പല 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 ഇമേജിംഗ് ടെക്നോളജി ഉണ്ട്. അപ്പം ശരീരത്തിൻ്റെ അകത്തെ അനാട്ടമിയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാൾക്കാണെങ്കിൽ ഈ ഇമേജിംഗ് ടെക്നോളജി വഴി കാണുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്താണ് വ്യത്യാസം എന്നുള്ളത്. പക്ഷേ ഇത് ഈ 310ഓളം എല്ലുകളുണ്ടെന്ന് സുശ്രുതൻ വിചാരിച്ചിരിക്കുന്ന ആള് 206 എല്ലിനെ കാണുമ്പോൾ എന്ത് ചെയ്യും? അയാൾക്ക് എന്താണ് മനസ്സിലാവുന്നത് അതിൽ നിന്ന്? അപ്പോൾ ഈ മോഡേൺ എക്യുപ്മെന്റ്സ് കൊടുക്കുന്നത് വേസ്റ്റ് ഓഫ് മണിയാണ്. കാര്യം സയൻസിന്റെ ഡിസിപ്ലിൻസുമായിട്ട് യോജിക്കാത്ത ഒരു കാര്യത്തിന് ഈ ഒരു ടെക്നോളജി കൊടുത്തിട്ട് കാര്യമില്ല. കാര്യം അത് ശാസ്ത്രീയമായ പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന കാര്യം. അപ്പോൾ സാധാരണ പറയുന്നത് ആയുർവേദത്തിൽ 3 ദോഷം അല്ല ഉള്ളത്, 4 ദോഷമാണ്, നല്ല വിവരദോഷവും കൂടിയുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഇപ്പം ഇവിടെ ചോദ്യം ചോദിച്ചപ്പോൾ പറയുകയുണ്ടായി, അതായത് ആയുർവേദത്തിൽ ആവശ്യമില്ലാതെ മരുന്നൊന്നും കൊടുക്കില്ല, മോഡേൺ മെഡിസിനിലാണെങ്കിൽ ആവശ്യമില്ലാതെ മരുന്ന് കൊടുക്കും എന്നുള്ളത്. അപ്പോൾ ഈ മരുന്നിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ്, മോഡേൺ മെഡിസിനിലെ മരുന്നുകൾക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്, അത് കഴിച്ചാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. സോ അതുകൊണ്ടാണ് പലരും ഈ ഇതര വൈദ്യം ചൂസ് ചെയ്യുന്നത്, ആ ഒരു സൈഡ് എഫക്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഈ അടുത്തിടയ്ക്ക് തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു പ്രമുഖ ആശുപത്രിയിലെ ഒരു ഡോക്ടറുമായിട്ട് സംസാരിക്കാനിടയായപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, അവിടെ ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ലിവറിന് ഇഷ്യൂ ആയിട്ട് വരുന്ന മെജോറിറ്റി ആളുകളുടെയും ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോഴത്തേക്കിനും ഇവരൊക്കെ ആയുർവേദം കഴിച്ച് ആ ഒരു രീതിയിൽ എത്തിപ്പെട്ടവരാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആയുർവേദത്തിനും സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നുള്ളൊരു പിക്ചർ പൊതുജനത്തിന് പലപ്പോഴും കിട്ടാതെ പോകുന്നത്? സൈഡ് എഫക്ട്സ് മൊത്തം പലപ്പോഴും മോഡേൺ മെഡിസിൻ്റെ ഒരു കുത്തകയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? മോഡേൺ മെഡിസിന് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ലല്ലോ, അതെല്ലാവർക്കും അറിയാം. സൈഡ് എഫക്റ്റ് ഉണ്ട്, കാരണം അതിനൊരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും അതിനൊരു സൈഡ് എഫക്റ്റ് എന്തായാലും, ആക്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കും, അതിനകത്ത് സംശയമൊന്നുമില്ല. ഇപ്പോഴുള്ള റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഓരോ ഇതിനെ സൈഡ് എഫക്റ്റ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ്. ഏത് മെഡിസിൻ എടുത്തു കഴിഞ്ഞാലും അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതായത് ഇപ്പോഴും നമ്മളൊരു റിസ്ക് ടു ബെനിഫിറ്റ് റേഷ്യോ ആണ് നോക്കുന്നത്. അതായത് ഇത്രയും സൈഡ് എഫക്റ്റ് ഉള്ള മരുന്ന് കൊടുത്തിട്ട് നമുക്ക് എന്തുമാത്രം ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഒരു മരുന്ന് മാർക്കറ്റിൽ ഇറങ്ങണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഏത് മരുന്ന് എടുത്തു കഴിഞ്ഞാലും അതിനകത്തൊരു സൈഡ് എഫക്റ്റ് എന്തായാലും ഉണ്ടാവും. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ലോകം എന്ന് പറയുന്നത് ഒരു ഉട്ടോപ്പിയൻ സങ്കല്പമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. അതിരിക്കട്ടെ, ആയുർവേദത്തിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർക്കറ്റ് ചെയ്യുന്നത് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത പൂർണ്ണ സുരക്ഷിതമായിട്ടുള്ള ഒരു മെഡിസിൻ ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്കണോമിക് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞ് ജനങ്ങളെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവർക്ക് ആയുർവേദത്തിനൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത് അങ്ങനെ അല്ല. ആയുർവേദത്തിനകത്ത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്. പല മോളിക്യൂൾസ് പോലും ലാർജ് ക്വാണ്ടിറ്റീസിൽ ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവാൻ കഴിവുള്ള മരുന്നുകൾ പോലും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇപ്പം എങ്ങനെയാണ് ആയുർവേദത്തിൻ്റെ മരുന്നുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഹെർബൽ മെഡിസിൻസ്. ഇപ്പോൾ ആ ആയുർവേദം തന്നെ ആവണമെന്നില്ല. ഇപ്പം നാട്ടുവൈദ്യത്തിലുള്ള പച്ചമരുന്നുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു ഔഷധ ചെടി എന്ന് പറയുന്ന ഒരു ചെടി കൊണ്ടുവരുന്നു, അതിനെ ചിലപ്പോൾ സമൂലമായിരിക്കാം മരുന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ തണ്ടോ വേരോ മറ്റൊക്കെ ഇലകളോ ഒക്കെ ആയിരിക്കാം ഔഷധ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അത് ഔഷധം ഉണ്ടാക്കിയതിന് ശേഷം അത് കഴിക്കുകയാണ്. അതിനൊരു ഒരു ഡോസ് ഉണ്ടാവും, ഡോസ് അനുസരിച്ചിട്ട് മരുന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു പ്ലാന്റിൽ നിന്നാണല്ലോ ഈ മരുന്നുണ്ടാക്കിയത്. ഒരു പ്ലാന്റിൽ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കെമിക്കൽസ് ഉണ്ടാവും, ലക്ഷക്കണക്കിന് വിവിധ തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ടാവും. ഈ പ്ലാന്റിന് എന്തിനാണ് കെമിക്കൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ രോഗം മാറ്റാൻ വേണ്ടിയിട്ടല്ല പ്ലാന്റ് കെമിക്കൽസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന് പരിണാമപരമായിട്ട് അതിൻ്റെ സർവൈവലിറ്റിക്ക് വേണ്ടിയിട്ട് അത് പരിണാമപരമായിട്ട് അതിന് ഡെവലപ്പ് ചെയ്ത് കിട്ടിയിട്ടുള്ള കെമിക്കൽസാണ്. അപ്പോൾ ഇതിനകത്ത് എത്ര കെമിക്കൽസ് ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? ഇപ്പോൾ നിങ്ങളൊരു പാരസെറ്റാമോൾ കഴിക്കുന്നു, പാരസെറ്റാമോൾ കഴിച്ചു കഴിഞ്ഞാൽ എത്ര കെമിക്കൽസ് നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് എത്തും? പാരസെറ്റാമോൾ എന്ന് പറയുന്നൊരു മോളിക്യൂൾ എത്തും. പിന്നെ ഏത് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ വളരെ വളരെ ട്രേസ് എമൗണ്ട് എക്സിപിയൻസ് എന്ന് പറയുന്ന വളരെ ചെറിയ മോളിക്യൂൾസ് ഒക്കെ ഉണ്ടാകും. അത് ഏതെങ്കിലും 1, 2, 3 ടൈപ്പുകൾ ഉണ്ടാവും. അപ്പോൾ എത്ര മോളിക്യൂൾസ് നിങ്ങളുടെ ശരീരത്തിനകത്ത്, എത്ര ടൈപ്പ് മോളിക്യൂൾസ് നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് പോയി? പാരസെറ്റാമോൾ കഴിക്കുമ്പോൾ ഒരു ടൈപ്പ് അകത്തേക്ക് പോയി,
ഒരു ഹെർബൽ മെഡിസിൻ കഴിക്കുമ്പോൾ എത്ര മോളിക്യൂൾസ് ആയിരിക്കും നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് പോകുന്നത്? ലക്ഷക്കണക്കിന് കെമിക്കൽസ് അകത്തേക്ക് പോകും. അപ്പോൾ പാരസെറ്റാമോൾ ഒരു ടൈപ്പ് മോളിക്യൂൾ അകത്തേക്ക് പോയി ഉണ്ടാക്കുന്ന ഇഫക്റ്റ് ആയിരിക്കുമോ കൂടുതൽ, 1,00,000 മോളിക്യൂൾ അകത്തേക്ക് പോയി ഉണ്ടാക്കുമ്പോഴുള്ള പ്രശ്നമായിരിക്കുമോ കൂടുതൽ എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന എത്രയോ ചെടികൾക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ട്. ഇപ്പോൾ അരിസ്റ്റലോഷ്യ ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, നമ്മുടെ നാട്ടിൽ ഗരുഡക്കൊടി എന്നൊക്കെ പറയുന്നൊരു സംഭവം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അത് അരച്ചോ എങ്ങനെയെങ്കിലും നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ അതിന് ട്യൂമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കേസുകളുണ്ട്. അത് ഇതുപോലുള്ള പല ഹെർബൽ മെഡിക്കൽ എക്സ്പേർട്ടുകളും ഈ മരുന്ന് വിറ്റ് പല രോഗികൾക്കും ക്യാൻസർ ഉണ്ടായതിനു ശേഷമാണ് ഇത് തിരിച്ചറിയുന്നതിന് ഇതിനകത്ത് അരിസ്റ്റലോഷിക് ആസിഡ് എന്ന് പേരുള്ള ഒരു കെമിക്കൽ ഉണ്ടെന്നും അതിന് മനുഷ്യനിൽ ട്യൂമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ടെന്നും മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഇതുപോലെ ധാരാളമായിട്ടുള്ള എക്സാമ്പിൾസുകളുണ്ട്. ശരിയാണ്, ആ ഡോക്ടറിന് ഉണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ്. ഇവിടെ ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല, ഇതെല്ലാം വളരെ സുരക്ഷിതമായിട്ടുള്ള ഔഷധങ്ങളാണ് എന്നുള്ള വ്യാജേന പറഞ്ഞ് പഠിപ്പിച്ച് ജനങ്ങളെ കൊണ്ട് ഇത് കഴിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള രോഗങ്ങൾ വരും. അപ്പോൾ ലിവർ തകർന്ന് ലിവറിൻ്റെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡോക്ടറിനെ സമീപിക്കുന്ന രോഗികൾക്ക് ഇതിൻ്റെ കാരണം ഇത് തന്നെയായിരിക്കും. എനിക്കതിനകത്ത് അത്ഭുതമൊന്നും തോന്നുന്നില്ല. പക്ഷേ ജനങ്ങൾ അത് മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഇപ്പം നമ്മളൊരു പാരസെറ്റമോൾ കഴിക്കുവാണെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റും അല്ലേ? പക്ഷേ ഈ പറയുന്ന ആയുർവേദത്തിൽ ഒരു മെഡിസിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ പറ്റുന്നത് പോലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ശരിയാണ്. ഇപ്പോൾ പാരസെറ്റമോൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ പാരസെറ്റമോളിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിലോ മറ്റുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അത് എല്ലാവർക്കും സൈഡ് എഫക്ട്സ് ഉണ്ടാവണമെന്നുമില്ല. അത് പല കാലങ്ങളായിട്ട് പാരസെറ്റമോൾ കാലാകാലങ്ങളായിട്ട് മോഡേൺ മെഡിസിനിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ അത് ഇത്രയും കാലത്തെ ഉപയോഗത്തിൽ അതിനെന്തൊക്കെ സൈഡ് എഫക്ട്സുകൾ ഒരു പേഷ്യൻറ്റിൽ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഓഫ് ഡേറ്റാ ബേസാണ് ആ കാണുന്നത്. അതെല്ലാവർക്കും വരണമെന്നില്ല. ചില ആൾക്കാർക്ക് പിന്നെ പാരസെറ്റമോൾ കഴിക്കാൻ പോലും പറ്റില്ല, കാരണം അവർക്ക് അലർജിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ വേറെ ഏതെങ്കിലും പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കേണ്ടി വരും ആ സാഹചര്യത്തിൽ. പക്ഷേ നിങ്ങൾ ഒരു ആയുർവേദ പച്ചമരുന്ന് കടയിലേക്ക് ചെല്ലുക, അവിടെ ചെന്നിട്ട് ഒരു മരുന്ന് എടുത്തിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേക ഒരു പ്രോത്സാഹനം തരുന്നുണ്ട്. എന്തായാലും നിങ്ങളത് കണ്ടുപിടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഞാൻ പ്രോത്സാഹനം തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിനകത്ത് കണ്ടുപിടിച്ച് നിങ്ങൾക്കൊരു പേപ്പറായിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു കൂട്ടം ശാസ്ത്രജ്ഞരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറും എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് സംശയമില്ല. കാരണം അത് സയൻസിന് അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പേരും പ്രശസ്തിയും കിട്ടും എന്നുള്ള കാര്യത്തിനകത്ത് സംശയമൊന്നും വേണ്ട. ഈ യോഗ വേഴ്സസ് എയറോബിക് എക്സസൈസ് എന്ന ടോപ്പിക് ഉണ്ടല്ലോ, ഇത് ഏതാണ് ഒരു ഹ്യൂമൻ ബോഡിക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്ന കാര്യം? ഈ യോഗ എന്ന് പറയുമ്പോൾ ഒരു പ്രധാന പ്രശ്നം മനസ്സിലാക്കുക. നമ്മുടെ മനസ്സിൽ യോഗ എന്ന് പറയുമ്പോൾ ഏതോ ഒരു പ്രാചീന നമ്മുടെ പാരമ്പര്യത്തിലുള്ള ഒരു 2000 വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ 5000 വർഷം, ഈ വർഷത്തിൻ്റെ കണക്ക് ഇത് ചുമ്മാ അടിക്കുന്നതാണ്, പഴക്കമുള്ള ഒരു സാധനമായിട്ടാണ്. ഇപ്പം ചിലർ എന്ത് യോഗയാണെന്നുള്ളതാണ് കാര്യം. പലതരം യോഗയുണ്ട്. ബിയർ യോഗയൊക്കെ ഉണ്ട്, ബിയർ അടിച്ചുകൊണ്ട് യോഗ ചെയ്യാം, അങ്ങനെയുള്ള പല യോഗകളുണ്ട്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. യോഗ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം, യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ എന്നാണ്, മൈൻഡിൻ്റെയും ബോഡിയുടെയും യൂണിയൻ എന്നാണ് ഈ യോഗ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ശരിക്കും അതിൻ്റെ ഒരു യൂണിയൻ്റെ ആവശ്യമില്ല. മൈൻഡും ബോഡിയും രണ്ടല്ല, ബ്രെയിനിൻ്റെ ഒരു ഉൽപ്പന്നമാണ് മൈൻഡ് എന്നുള്ളത് നമുക്ക് ഇന്ന് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി അതിൻ്റെ എക്സസൈസ് പാർട്ടിലേക്ക് വരികയാണ്. ഇത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്ന ആൾ ആരാണ്? ഇന്നിപ്പോൾ IT പ്രൊഫഷണൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്ന് ജോലി ചെയ്യുന്നത്. പണ്ട് ഒരു പണിയും ചെയ്യാതെ ഒരിടത്ത് ഒരു കൗച്ച് പൊട്ടേറ്റോ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഇരുന്നുകൊണ്ടിരുന്ന ആളുകളാണ് സന്യാസിമാർ. പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യേണ്ട, ധ്യാനിക്കുക, ജപം, തമം, ഭിക്ഷാടനം, ഇതുപോലെയുള്ള വളരെ മനോഹരമായ കുറച്ച് കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേ കാലം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ കുറച്ച് നേരം ചമ്രം പണിഞ്ഞ് താഴെ ഇരുന്ന് കഴിഞ്ഞാൽ കാലൊക്കെ പെരുക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതുപോലെയുള്ളവർക്ക് കയ്യും കാലും നിവർത്താനായിട്ടുള്ള ഒരു ടെക്നിക്കായിരുന്നു യോഗ എന്നുള്ളതാണ്. ഈ പതഞ്ജലിയുടെ യോഗ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പറയുന്ന അഷ്ടാംഗ യോഗ എന്നുള്ളതാണ്. യമ, നിയമ, ആഹാര, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി എന്നൊക്കെ പറഞ്ഞ 8 അംഗങ്ങളുള്ള ഒരു യോഗയാണ് ഈ പതഞ്ജലിയുടെ. അതിനുശേഷം ശിവസംഹിത അല്ലെങ്കിൽ ഹഠയോഗ പ്രതിപികയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രീം കൺടോർഷൻ അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് നമുക്ക് എല്ലാ ജോയിൻറ്റിനും ഒരു റേഞ്ച് ഓഫ് മൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പം എൻ്റെ എൽബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ഇതിനെ എത്രത്തോളം, ഇപ്പം നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്നവരുണ്ട്, നമ്മളൊരു ജോയിൻ്റ് ഉണ്ടെങ്കിൽ അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു റേഞ്ച് ഓഫ് മൂവ്മെൻ്റ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വളയ്ക്കുക എന്നുള്ളതാണ് ഈ യോഗ ചെയ്യുന്നത്. ശരീരത്തിന് കുറച്ച് ഹീലിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് അത് തിരിച്ച് പഴയതുപോലെ ആക്കും, വീണ്ടും ഇവർ ഓടിക്കും. ഇതാണ് സംഭവം.
അപ്പോൾ നേരത്തെ ആയുർവേദത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ശരീരത്തെ അനാട്ടമിയെ പറ്റിയൊന്നും വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും വളരെ എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. യോഗ എയറോബിക് എക്സസൈസിനേക്കാൾ നല്ലതാണോ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ആണോ എന്നുള്ള രീതിയിൽ തന്നെ യോഗ തെറാപ്പി എന്നാണ് ഇപ്പോൾ പറയുന്നത്. BNYS എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ്, യോഗ സയൻസ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. 5 വർഷത്തെ കോഴ്സാണ്. നേരത്തെ ആയുർവേദത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവർ മോഡേൺ അനാട്ടമിയും ഫിസിയോളജിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. അതിനുശേഷം അതിൻ്റെ കൂടെയാണ് ഈ യോഗ എന്ന് പറഞ്ഞ അഭ്യാസവും കൂടെ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇവർക്ക് ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റി അറിയാതെ കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആയിട്ടൊക്കെ പല സ്ഥലത്തും പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. ഇന്നിപ്പോൾ യോഗ എന്ന് പറയുന്ന ആ പേരിൻ്റെ കൂടെ പല പല സാധനങ്ങളും കൂടി ചേർത്ത് പുതിയ പുതിയ രീതിയിലാണ് യോഗ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യോഗ നല്ല ബിസിനസ്സാണ് കേട്ടോ. കാര്യം യോഗ മാറ്റ്, അഡിദാസിൻ്റെ യോഗ പാൻസ്, ഒരുപാട് സാധനങ്ങളുണ്ട്. പല പല ആളുകളുടെ ഡിമാൻഡിനനുസരിച്ച് സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് ഇതൊരു നല്ല തെറാപ്യൂട്ടിക് ആയിട്ടുള്ള കാര്യമാണോ എന്നുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഒരെണ്ണത്തിനകത്തും ഒരു ഫലവും കണ്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, എയറോബിക് എക്സസൈസിനേക്കാൾ ബെറ്റർ ആണോ എന്നുള്ള രീതിയിൽ ഉള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരം എക്സസൈസിനേക്കാൾ ഗുണകരമാണോ എന്നുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനകത്തുള്ള ഓരോ എക്സസൈസും പഠിച്ചു നോക്കിയിട്ടുണ്ട്. അവിടെയും കാണുന്നത് ഒരു എക്സസൈസിനേക്കാൾ ഗുണമുള്ള ഒരു കാര്യമല്ല. കുറച്ച് സ്ട്രെച്ചിങ് ആൻഡ് ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാം. മസിൽ നമ്മൾ ഫൈനലി എക്സസൈസ് ചെയ്യും ക്രാമ്പ് ആയിട്ടിരിക്കുന്ന സമയത്തൊന്നും നിവർത്തില്ലേ, അതിനുവേണ്ടി ഉപയോഗിക്കാതിൻ്റെ ഗുണത്തിനപ്പുറത്തേക്ക് യോഗയ്ക്ക് യാതൊരു ഗുണവും ഇല്ല എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. യോഗയും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രം പോലെ വളരെ സേഫ് ആണെന്നുള്ളതാണ്. അങ്ങനെയല്ല. യോഗ റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറി ഒരു വർഷം ഏതാണ്ട് ക്ലോസ് ടു 30,000 വരുന്നുണ്ട് US മാത്രം എന്നുള്ളതാണ് കണക്ക്. യോഗയ്ക്ക് പോയിട്ട് ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ പതഞ്ജലി പോലെയുള്ളവര് അല്ലെങ്കിൽ നമ്മുടെ ബാബ രാംദേവ്, സദ്ഗുരു ടീംസ് ഉണ്ടല്ലോ, ഇവരൊക്കെ പറയും യോഗ ചെയ്യൂ, വളരെ നല്ലതാണ്, നിങ്ങൾ ആരും ആശുപത്രിയിൽ പോകരുത്. മോഡേൺ മെഡിക്കൽ ആശുപത്രിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ കെമിക്കൽ തന്ന് ജീവിതകാലം മുഴുവൻ അവരുടെ അടിമയാക്കുമെന്ന് പറയും. സ്വന്തമായിട്ട് അസുഖം വരുമ്പോൾ ഇവരെല്ലാം നല്ല ഭംഗിയായിട്ട് ഏറ്റവും നല്ല ആശുപത്രിയിൽ പോയി ചികിത്സ എടുക്കും. ബാബ രാംദേവിനെ പോലെയുള്ളവരൊക്കെ പോയി മുട്ടുപോയാൽ മുട്ട് മാറ്റി വയ്ക്കും. പാവപ്പെട്ടവൻ ഇത് കേട്ടിട്ട് യോഗ ചെയ്ത് ആയുർദൈർഘ്യം കൂട്ടാന്ന് പറഞ്ഞിരിക്കുന്നവർ പണി കിട്ടും. അവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ പണിയാവുകയും ചെയ്യും. അപ്പം ഇതാണ് സംഭവം. സദ്ഗുരു ഇപ്പം നിങ്ങൾ അറിഞ്ഞാണ്, സബ്ഡ്യൂറൽ ഹെമറ്റോമയൊക്കെ ആയിട്ട് പുള്ളി ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് പോയി ഏറ്റവും ബെസ്റ്റ് ന്യൂറോ സർജനെ കൊണ്ട് സർജറി ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യിക്കും. പക്ഷെ ബാക്കിയുള്ളവർക്ക് പറയും ഇതൊക്കെ ഭയങ്കര കെമിക്കലാണ്, ദോഷമാണ് എന്നൊക്കെ പറയും. ഇതാണ് ഇതിനകത്തുള്ള ഒരു കാര്യം. അപ്പം എയറോബിക് എക്സസൈസിനേക്കാൾ യോഗ ഗുണകരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗയിൽ പല പല എക്സസൈസുകളുണ്ട്, പല പല പോസ്റ്റേഴ്സ് ഉണ്ട്. ഇതിൽ ചില കാര്യങ്ങൾക്കൊക്കെ സ്ട്രെച്ചിങ്ങിൻ്റെ ഫലം കാണും. ചിലതൊക്കെ എക്സ്ട്രീം സ്ട്രെച്ചിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻറ്റിന് പണി കിട്ടും. വേറെ ചിലതൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ കൂടെ ചേർത്ത് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ യോഗ മാർക്കറ്റ് ചെയ്യുന്ന തന്നെ പല അസുഖങ്ങളും മാറ്റും എന്ന് പറഞ്ഞിട്ടാണ്. തൈറോയിഡിന് യോഗ അല്ലെങ്കിൽ മൈഗ്രെയിന് യോഗ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ അസുഖമുള്ളവരൊക്കെ ഇത് ചെയ്താൽ കൂടുതൽ പണി കിട്ടുകയല്ലേ ചെയ്യുന്നത് ആക്ച്വലി എന്നുള്ളതാണ്. അല്ലെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ യോഗ അസുഖം മാറാനായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമേ അല്ല. ബാക്കി എല്ലാത്തിനകത്തും നോക്കിക്കഴിഞ്ഞാലും സ്ഥിരസുഖ ആസനം എന്നാണ് പറയുന്നത്. ഒരു ആസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായി സുഖമായി ഇരിക്കാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഈ ദീർഘനേരം ഒരു അടഞ്ഞു മുറിക്കാത്തിരുന്ന് മെഡിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് കുറേ ആളുകൾ ഉണ്ടാക്കിയ സാധനത്തിനപ്പുറത്തേക്ക് ഇതിനകത്ത് യാതൊന്നുമില്ല. അസുഖമുള്ളവർ യോഗ ചെയ്യാൻ പാടില്ല എന്ന് യോഗസൂത്രത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ അസുഖം മാറ്റാനായിട്ട് യോഗ ചെയ്യുന്നതെന്നുള്ളത് അറിയാത്ത ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരീര ധർമ്മശാസ്ത്രത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ശരീരത്തെക്കുറിച്ചിട്ടോ അനാറ്റമിയെക്കുറിച്ചിട്ടോ ഈ 12ാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. വില്യം ഹാർവി ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം അതിന് മുമ്പുണ്ടായിരുന്ന ഹ്യൂമറൽ തിയറിയാണ് നേരത്തെ പറഞ്ഞ വാദം, പിത്തം, കഫം. യോഗയ്ക്കകത്തും ഇതൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ, സിദ്ധയ്ക്കകത്തുണ്ട്, എല്ലാത്തിനകത്തുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നുള്ളത് വന്നതാണ്. അത് പഠിച്ചിട്ടാണ് പോയിട്ട് ആയുർവേദമോ യോഗയോ സിദ്ധയോ ഒക്കെ പഠിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം രോഗം വരാതിരിക്കാനോ വന്നവർക്ക് ചികിത്സയായിട്ടല്ല യോഗ ചെയ്യേണ്ടത്. യോഗയ്ക്കകത്ത് തന്നെ പറയുന്നത് അസുഖമുള്ളവർ യോഗ ചെയ്യരുത് എന്നാണ്. ഇതിനോട് കൂട്ടിച്ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. പല മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സും സജസ്റ്റ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് മെഡിറ്റേഷൻ. ഇപ്പോൾ ഡിപ്രഷനോ ആങ്സൈറ്റിയോ ഒക്കെ ഉള്ള ആളുകൾക്ക് മെഡിറ്റേഷൻ ചെയ്താൽ മതി, നല്ലതാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ സയൻറ്റിഫിക് ആണോ? ഈ യോഗയുടെ കാര്യം പറഞ്ഞതുപോലെയാണ് മെഡിറ്റേഷൻ്റെ കാര്യം. മെഡിറ്റേഷൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് പഠനത്തിൽ ശ്രദ്ധ ചെലുത്താൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? മെഡിറ്റേഷൻ ചെയ്യണം.
മെഡിറ്റേഷൻ എങ്ങനെയാണ്? മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. അതെന്ത് വൈരുദ്ധ്യമാണെന്ന് ആലോചിക്കുക. നിങ്ങൾ ശ്വാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കുറേ നേരം ഇരിക്കുന്നതാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ശ്വാസത്തിൽ എത്ര നേരം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനിരുന്നൂടെ? പഠിക്കുമ്പോൾ നമ്മൾ ശ്വാസം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സാധനമാണ്, മോണോട്ടോണസ് ആയിട്ടുള്ള ഒരൊറ്റ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നാച്ചുറലി ബോറടിക്കുന്നുള്ളതാണ്. നിങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോറടിക്കും. പഠിക്കുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് സബ്ജക്ട്സ്, പുതിയ പുതിയ കാര്യങ്ങളാണ് വായിക്കുന്നത്. ഈ മറ്റേതിനേക്കാൾ ഫോക്കസ് ചെയ്യാൻ കുറച്ചുകൂടെ സൗകര്യമാണെന്നുള്ളതാണ്. ഇനി ഈ മെഡിറ്റേഷൻ തന്നെ പല രീതിയിലാണ്. ചിലർ പറയുന്നത് എന്താണ്, റാപ്പിഡ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ചെയ്തുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. ഈ നമ്മുടെ ബാബാ രാംദേവ് ഒക്കെ കപാൽ ഹസ്തി എന്നൊക്കെ പറഞ്ഞൊരു സാധനം പറയുന്നുണ്ട്, വയറിങ്ങനെ പെട്ടെന്ന് ഒട്ടിച്ചിട്ട് റാപ്പിഡായിട്ട് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ചെയ്തു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സയൻസ് പോലും അറിയില്ല എന്നുള്ളതാണ്. കാര്യം നമ്മുടെ ഈ ശ്വാസം എടുക്കുകയും പുറത്തോട്ട് കളയുകയും ചെയ്യുന്നതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ, ഒരു ഫിസിക്കലായിട്ടുള്ള നിയമമാണ്. നമ്മൾ പ്രകൃതി നിയമങ്ങൾക്ക് അനുസരിച്ചിട്ടേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഓക്സിജൻ അബ്സോർബ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എക്സൈൽ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഡിപ്ലീറ്റ് ചെയ്ത് പോകുന്നുള്ളതാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഡിപ്ലീഷൻ റേറ്റ് ഓക്സിജൻ്റെ അബ്സോർപ്ഷൻ റേറ്റിനേക്കാൾ കുറവാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് റാപ്പിഡ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ചെയ്താൽ എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം അങ്ങ് ഡിപ്ലീറ്റ് ചെയ്ത് പോകും, ഓക്സിജൻ അകത്തേക്ക് കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനകത്തുള്ള രക്തക്കുഴലുകൾ കാർബൺ ഡൈ ഓക്സൈഡ് കുറയുമ്പോൾ, ഹൈപ്പോകാപ്നിയ എന്ന് പറയുന്നത്, ഹൈപ്പോകാപ്നിയ വരുന്ന സമയത്ത് ചെറുതാവുകയും മസ്തിഷ്കത്തിലെ കോശങ്ങളിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ഓക്സിജൻ കൊണ്ടുപോകേണ്ട രക്തത്തിൻ്റെ കുഴലുകൾ ചെറുതാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആക്ച്വലി ഹൈപ്പോക്സിയാണ് റിസൾട്ടായിട്ട് ഉണ്ടാകുന്നത്. നമ്മൾ കൂടുതൽ ശ്വാസം കിട്ടും എന്ന് പറഞ്ഞ് വലിച്ചു കയറ്റുന്ന കാര്യം കൊണ്ട് ശരിക്കും സംഭവിക്കുന്നത് ഉള്ള കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ഡിപ്ലീറ്റ് ചെയ്ത് പോവുകയാണെന്നുള്ളതാണ്. അപ്പോൾ ബ്ലഡിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയാലും കുഴപ്പമാണ്. അതാണ് ഇത് ശരീരത്തിൻ്റെ ഒരു കാര്യമുണ്ട്, ഹോമിയോസ്റ്റേസിസ് എന്ന് പറയും. നമുക്ക് എപ്പോഴും ഒരു സന്തുലിതാവസ്ഥയുണ്ട്, എല്ലാ ജീവികൾക്കും ഉള്ളതാണ്. അകത്തും പുറത്തും രണ്ട് എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനകത്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റണം. ഇതിനെ നമ്മളായിട്ട്, അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് എവല്യൂഷൻ പെർഫെക്റ്റ് ചെയ്ത നോർമലായിട്ടുള്ള നമ്മുടെ ബ്രീത്തിങ്ങിനെ നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും എന്നുള്ളതാണ് അതിനകത്തുള്ളത്. അപ്പോൾ മെഡിറ്റേഷൻ കൊണ്ട് പ്രത്യേകിച്ച് കോൺസെൻട്രേഷൻ വേണ്ടിയതാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ. അല്ലാതെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു പോയിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. നമസ്കാരം. നമ്മളിപ്പോൾ ആയുർവേദത്തിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ മെഡിറ്റേഷൻ, യോഗ അതിനെ പറഞ്ഞു. അതേമാതിരി തന്നെ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ഒന്ന് തന്നെയാണ്, മീൻസ് ഗവൺമെൻറ് പോലും അഡ്വർടൈസ് ചെയ്യുന്ന കാര്യമാണ് ഹോമിയോപ്പതി. അപ്പോൾ ലളിതമായിട്ട് ഹോമിയോപ്പതിയുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞു ഒരു 3 ഫാക്ടേഴ്സിൻ്റെ അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് ആയുർവേദത്തിൽ രോഗത്തിന് കാരണമെന്ന് പറഞ്ഞു. അതേപോലെ ഹോമിയോപ്പതിയിൽ അതിന് ജനറലായിട്ട് എങ്ങനെയാണ് ഒരു സിമ്പിൾ ഒന്ന് ലളിതമായിട്ട് പറഞ്ഞത് നന്നായിരുന്നു. ഹോമിയോപ്പതി ആക്ച്വലി ഇന്ന് ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന ആയുഷിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. ആയുഷിലെ ഹോമിയോപ്പതിയാണ്. അത് പലരും നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒരു വലിയ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊരു ജർമ്മൻ ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അപ്പോൾ ഈ ഹോമിയോപ്പതി എങ്ങനെയാണ് അന്ധവിശ്വാസം ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ഇതര വൈദ്യങ്ങളെ പോലെയും തന്നെ, എല്ലാ സ്യൂഡോ മെഡിസിൻസിനെ പോലെ തന്നെ ഇതിന് കുറച്ച് സെറ്റ് ഓഫ് ഫോൾസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. മനുഷ്യന് എങ്ങനെയാണ് രോഗം വരുന്നതെന്നും അതുപോലെ തന്നെ അതിനെ നമുക്ക് എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതിനെ കുറിച്ചും. അപ്പോൾ ബേസിക്കലി ഞാൻ അതിൽ രോഗം വരുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി എനിക്ക് പറയാൻ താല്പര്യവും ആൾക്കാരെ അറിയേണ്ടതെന്ന് ഞാൻ കരുതുന്നതുമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. അതവരുടെ മെഡിസിനകത്തുള്ള ഒരു ഡൈല്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. ഉദാഹരണത്തിന്, ഈ കുപ്പിയിൽ ഞാൻ ലോകത്തിലെ ഏറ്റവും വിഷം കൂടിയ ഒരു വിഷം കലക്കിയിട്ട് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളിത് കുടിക്കുമോ? ഇല്ലല്ലോ, നിങ്ങളിത് കുടിക്കില്ല. ഇനി ഈ കുപ്പിക്കകത്ത് അങ്ങനെ ഒരു വിഷം കലക്കി വെച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, എന്നിട്ട് ഇത് കൊണ്ടുവന്നൊരു വാഷ് ബേസിനിൽ ഒഴിക്കുന്നു. നിങ്ങൾ ഒരു തവണ നന്നായിട്ട് വെള്ളം നിറച്ച് നന്നായിട്ട് കുലുക്കിയൊക്കെ കഴുകുന്നു. ഓക്കെ, അത് കളയുന്നു. വീണ്ടും ഇതിനകത്ത് ഫുൾ വെള്ളം നിറയ്ക്കുന്നു, നന്നായിട്ട് കുലുക്കി കളയുന്നു. മൂന്നാമതും കുലുക്കുന്നു, കളയുന്നു. നാലാമതും അങ്ങനെ ചെയ്യുന്നു. അത് ഓരോ തവണ നിങ്ങൾ ഈ കുപ്പി നന്നായിട്ട് വൃത്തിയായി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. 100ാമത്തെ തവണ ഇതിനകത്ത് വെള്ളം നിറച്ചു. എന്നിട്ട് നിങ്ങളിത് കുടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയില്ലെങ്കിലും ഒരു നല്ലൊരു ശതമാനം പറയും കുടിക്കാം, കാരണം ഇതിനകത്തുള്ള വിഷം എല്ലാം കഴുകി കളഞ്ഞല്ലോ. ഇതിനകത്തുള്ള എല്ലാ വിഷങ്ങളും പോയി കഴിഞ്ഞാലും ഇത് ഞാൻ കുടിച്ചാൽ മരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഹോമിയോപ്പതി. ഇതാണ് ഹോമിയോപ്പതിയുടെ യഥാർത്ഥ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഒരു രോഗം മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു മെഡിസിൻ്റെ തന്മാത്ര വേണമല്ലോ, അല്ലേ? അതിനകത്ത് സംശയമില്ല.
അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഡോസ് ഉണ്ട്. അതിനനുസരിച്ചിട്ട് ആ തന്മാത്ര ശരീരത്തിനകത്തേക്ക് എത്തിയെങ്കിൽ മാത്രമേ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഹോമിയോപ്പതിക്കല്ല ആ മരുന്നിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഈ മരുന്നിനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോഴേക്കും, അതായത് നേർപ്പിച്ച് കൊണ്ടുവരുമ്പോഴേക്കും അതിൻ്റെ പവർ കൂടും എന്നാണ് ഹോമിയോപ്പതിയുടെ അതിവിചിത്രമായിട്ടുള്ള ഒരു സിദ്ധാന്തം. അല്ല, ഏറ്റവും രസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 +2 ഇതിനെക്കുറിച്ച് ഭയങ്കര വലിയ കാൽക്കുലേഷനൊക്കെ കെമിസ്ട്രിയിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത പല എക്സ്പെരിമെൻറ്റുകളൊക്കെ ലാബ് എക്സാമും ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന കുട്ടികൾ അവസാനം എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിട്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകും എന്നുള്ളതാണ്. 5 വർഷം ഇത് പഠിക്കും. 5 വർഷം ഇത് പഠിച്ചിട്ട് ജനങ്ങൾക്ക് ഇത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്കും ഒക്കെ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം ഈ ഹോമിയോ മരുന്ന് കുടിച്ച് രോഗം മാറി എന്നുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 ഡൈലൂഷനൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ അതിനകത്ത് പച്ചവെള്ളം മാത്രമേ ഉണ്ടാവും. 2 തരത്തിലുള്ള സോൾവെൻ്റാണ് ഉപയോഗിക്കുന്നത്. വാട്ടർ ഉപയോഗിക്കാറുണ്ട്, പിന്നെ ആൽക്കഹോൾ ഉപയോഗിക്കാറുണ്ട്. ഒരു 10-12 ഡൈലൂഷനൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ അതിനകത്ത് ആക്റ്റീവായിട്ടുള്ള തന്മാത്രയുടെ ഒരു തന്മാത്ര പോലും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പം അത് കുടിച്ച് രോഗം മാറുന്നു എന്ന് അവകാശപ്പെടുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് കുടിച്ച് രോഗം മാറുമെങ്കിൽ പച്ചവെള്ളം കുടിച്ചാലും രോഗം മാറും. കാരണം അതിനകത്ത് പച്ചവെള്ളം മാത്രമല്ലേ ഉള്ളൂ, അതിനകത്ത് വേറെ തന്മാത്രയൊന്നുമില്ലല്ലോ. ഇതാണ് യഥാർത്ഥത്തിൽ ഹോമിയോപ്പതി എന്ന് പറയുന്നത്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കോളേജുകളുണ്ട്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത് എന്തുമാത്രം മറ്റ് മേഖലകളിൽ ഉപയോഗിക്കേണ്ട തലച്ചോറുള്ള പിള്ളേരെ ഈ അന്ധവിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരും അല്ലെങ്കിൽ മറ്റ് പിയേഴ്സിൻ്റെയൊക്കെ പ്രഷർ കാരണവും ഇതിൽ പോയി ചാടി അവസാനം ഒരു അന്ധവിശ്വാസമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇത് എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് പോകുന്ന വളരെ കുറച്ച് കുട്ടികളുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യമാണ് കഷ്ടം. ചില ആൾക്കാർക്ക് ഇത് തെറ്റാണെന്ന് മനസ്സിലായാലും ഇത് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ ഉണ്ട്. കാരണം അവരുടെ ഒരു ജീവിത മാർഗ്ഗമാണല്ലോ. 5 വർഷം സമയം കളഞ്ഞു എന്ന് മാത്രമല്ല, അതിന് ഒരുപാട് സമ്പത്തും ചിലവാക്കി. അപ്പോൾ ഇതൊന്നും ഇട്ടേച്ചിട്ട് ഇത് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവർക്ക് എപ്പോഴും ഒരു ഗിൽറ്റി ഫീൽ കാണും. ഞാൻ ഈ ചെയ്യുന്നത് ഒരു ഇമ്മോറലായിട്ടുള്ളൊരു കാര്യമാണല്ലോ, എൻ്റെ യുക്തിക്കോ അല്ലെങ്കിൽ ധാർമ്മികതയ്ക്കോ ചേരാത്ത, ഒരിക്കലും ഒരു മെഡിക്കൽ പ്രൊഫഷനോ ഡോക്ടറിനോ ചേരാത്ത കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രോഗം മാറാത്ത ഒരു ഔഷധമാണ് ഞാൻ രോഗികൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത്. പിന്നെ അതാണ് സാധാരണ ഹാനിമാൻ പറയുന്ന മരുന്നുകൾ. പക്ഷേ ഇന്നത്തെ ഹോമിയോപ്പതിക്ക് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് വേറെയും ചില മോളിക്യൂൾസുകളൊക്കെ വരാറുണ്ട്. ആ മോളിക്യൂൾസ് ശരീരത്തിനകത്തേക്ക് പോവുകയാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നമുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കോവിഡ് വന്ന സമയത്ത് ഇവിടുത്തെ കുട്ടികൾക്കെല്ലാം ആഴ്സനിക് ആൽബം 30 എന്ന് പറയുന്ന ഒരു മരുന്ന് സർക്കാർ കൊടുത്തിരുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഓർമ്മയുണ്ടാവും. അത് ആഴ്സനിക്കം എന്ന് പറയുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഹെവി മെറ്റൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഒരു മരുന്നാണ്. അങ്ങനെയാണ് ആഴ്സനിക് ആൽബം ക്ലാസിക്കൽ ഹോമിയോപ്പതിക്കകത്ത് പറയുന്നത്. ഡിസോൾവ് ചെയ്ത് അവസാനം ആഴ്സനിക് അതിനകത്ത് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അത് പച്ചവെള്ളമായി മാറിക്കഴിഞ്ഞു. പക്ഷേ ഇതിനകത്ത് ആഴ്സനിക് ഇട്ടിട്ട് ഇത് ഡൈല്യൂട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആഴ്സനിക് ഉണ്ടാവും. ആഴ്സനിക് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പോയ്സണിങ് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു കെമിക്കലാണ്. നല്ല ശതമാനവും മരണത്തിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡൾട്ടറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹാനിമാൻ പറഞ്ഞ മണ്ടത്തരങ്ങൾ വേറെ. അതുകൂടാതെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ ഉത്തരവാദിത്തമില്ലായ്മ കാരണം ഇതിനകത്ത് ധാരാളം തരത്തിലുള്ള അഡൾട്ടറേഷൻ ഉണ്ടാവാറുണ്ട്. അത് തീർച്ചയായിട്ടും ശവപ്പെട്ടി എവിടെയാണെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരുകയും ചെയ്യും. വലിവിനൊക്കെ ഹോമിയോ മരുന്ന് കഴിച്ചിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അറിയായിരിക്കും. ബ്ലാറ്റ ഓറിയന്റാലിസ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാറ്റ ഇടിച്ചു പിഴിഞ്ഞ ഒരു സാധനമാണ്. ഇത് ഒരു അനുഭവത്തിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുഭവത്തിലൂടെയാണല്ലോ സ്യൂഡോ സയൻസ് പ്രതികരിക്കുന്നത്. കൽക്കട്ടയിലുള്ള ഒരാൾ ചായ കുടിച്ചിട്ട് അതിനകത്തൊരു പാറ്റ കിടന്നപ്പോൾ അയാളുടെ വലിവ് മാറി എന്നുള്ള അനുഭവത്തിൻ്റെ പുറത്ത് എടുത്തുകൊണ്ട് പോയി മരുന്നാക്കിയ സാധനമാണ്. ബ്ലാറ്റ ഓറിയന്റാലിസ് ഉണ്ട്, റാണ എന്ന് പറഞ്ഞിട്ട് തവളയുണ്ട്, പിന്നെ അതുപോലെയുള്ള എല്ലാ ഐറ്റം. ഇത് ചുമ്മാ ചെയ്താൽ പോരാ. ഇത് ജാറിനകത്തിട്ട് അത് ചീഞ്ഞളിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്കൊരു ഹോമിയോ പ്രൊഫസറിൻ്റെ ഒരു ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു സാധനം ഞാൻ കണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഒരു കൂലിപ്പണിക്കാരനാണ്. പുള്ളി വന്നിട്ട് പുള്ളിയുടെ മകളുടെ വലിവ് മാറ്റാനായിട്ട് മരുന്ന് തരണം എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവർ പറഞ്ഞത് ഹി കംപ്ലൈൻഡ് അബൌട്ട് എ റോട്ടൻ സ്മെൽ ഓഫ് കോക്രോച്ച് എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് സാരമില്ല, അത് കലക്കി കുടിച്ചോളൂ എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു സാധനമൊന്നും അല്ല ഈ കപടശാസ്ത്രം എന്ന് പറയുന്നത്. മാത്രമല്ല ശരിയായ ചികിത്സ ഇതിനൊക്കെ പോയി കഴിയുമ്പോൾ വൈകുകയും
ആ ശരിയായ ചികിത്സ കൊണ്ട് പോലും മാറാത്ത രീതിയിൽ കുളമാവുകയും ചെയ്യുന്നുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആക്ച്വലി നമ്മുടെ ഈ ഡിസ്കഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും, ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും തോന്നാവുന്ന ഒരു കാര്യമാണ്, ഇവന്മാർ ഈ പറയുന്ന കേട്ടാൽ തോന്നുമല്ലോ മോഡേൺ മെഡിസിൻ മാത്രമാണ് സയന്റിഫിക്, വേറെ ഒന്നിലും ഒരു ഗുണമില്ല എന്ന് തോന്നുമല്ലോ എന്ന് കുറച്ച് പേർക്കെങ്കിലും തോന്നും. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മോഡേൺ മെഡിസിൻ എന്നുള്ളത് തെളിവിനെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള മെഡിസിൻ എന്താണോ അത് മാത്രമാണ് കറക്റ്റായിട്ടുള്ള മെഡിസിൻ, ബാക്കി എല്ലാം വേസ്റ്റാണ്. എനിക്ക് അതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിവിടെ തന്നെ എത്രയോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലേ, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടെ യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ ഒരു ഓൾട്ടർനേറ്റീവ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ട്? നിങ്ങൾക്ക് പഠിക്കാൻ ധാരാളം പുസ്തകങ്ങളുണ്ട്. അതിനകത്തൊരു പുതിയ ടെക്നോളജി വരികയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾക്ക് ഉൾപ്പെടുത്തും. അതിനകത്തൊരു സംശയവുമില്ല. ഇതിനകത്തൊന്നും ഉൾപ്പെടുത്താത്ത വേറെ ഒരു പ്രപഞ്ചത്തിലെ ഒരു ഓൾട്ടർനേറ്റീവ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ വണ്ടി ശരിയായില്ലെങ്കിൽ നിങ്ങളൊരു വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകും. അവിടെയും നിങ്ങളൊരു ഓൾട്ടർനേറ്റീവ് വർക്ക്ഷോപ്പിനെ സമീപിക്കാറില്ല. പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യന് മാത്രം ഒരു ഓൾട്ടർനേറ്റീവ് മെഡിക്കൽ സിസ്റ്റം ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ മനുഷ്യരുടെ ശരീരത്തിനും ചെറിയ ചെറിയ മാറ്റം ഉണ്ടെങ്കിലും ഏതാണ്ട് എല്ലാം ഒരുപോലെ തന്നെയാണ്. ഈ മനുഷ്യ ശരീരത്തിനെ കീറി മുറിച്ചും അല്ലാതെയും രോഗമില്ലാത്ത ശരീരത്തിനെയും രോഗമുള്ള ശരീരത്തിനെയൊക്കെ കീറി മുറിച്ചും മനുഷ്യൻ്റെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളെയും കീറി മുറിച്ചൊക്കെ പഠിച്ചിട്ടാണ് ഇന്നത്തെ ആധുനിക വൈദ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊന്നും അല്ലാതെ വേറൊരു കിടിലം ഒരു സെറ്റപ്പ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് പഴയ കാലത്ത് ആൾക്കാർ വിശ്വസിച്ചിരുന്നിരിക്കാം, പക്ഷെ ഇന്നത്തെ കാലത്ത് അതിന് യാതൊരു സ്കോപ്പും ഇല്ല. സയൻസ് ഒരു വലിയ കാര്യമാണ്. ലൈക്ക് നമ്മൾ ഇന്നത്തെ നമ്മുടെ ആധുനിക ലോകത്തെ വലിയ രീതിയിൽ മാറ്റിയൊരു കാര്യമാണ്. സയൻസിൽ നല്ല അറിവ് കിട്ടുമ്പോൾ, ഐ മീൻ സയന്റിഫിക് ടെമ്പർ വരുന്നത് വഴി നമുക്ക് ഇന്ന് മാനവരാശിയിലുള്ള പല പ്രശ്നങ്ങളും ലൈക്ക് വംശീയത അല്ലെങ്കിൽ എന്താ പറയുന്ന പല കാര്യങ്ങളും നമുക്ക്, അതായത് സയന്റിഫിക് അറിവുള്ള ഒരു ജനതയാണെങ്കിൽ നമുക്ക് അത് അങ്ങനെയല്ല എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ഭയങ്കരമായിട്ട് വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് എല്ലാ അറിവുകളും കിട്ടും, പല വഴിയിൽ നിന്ന് കിട്ടും. പക്ഷേ അവിടെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, നമ്മൾ കൃത്യമായിട്ടല്ല ഈ അറിവ്, അതായത് നമ്മൾ കൃത്യമായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ നാച്ചുറൽ സ്റ്റുപ്പിഡിറ്റീസിന് അത് വളം വെച്ച് കൊടുക്കത്തേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് വീഡിയോസ് വരെയാണ്. ഒന്ന് ജനറലി ആയിട്ടുള്ള സയൻസിൻ്റെ വീഡിയോസ്, ഓൺ ദ അതർ ഹാൻഡ് കുറച്ച് സീഡോ സയൻസിൻ്റെ വീഡിയോസും വരെയാണ്. നമുക്ക് കൃത്യമായിട്ട് ഇതിനെപ്പറ്റി ഒരു അറിവും വിവരം ഉള്ള ഒരാളിന് ഇത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അല്ലാത്ത ഒരാളിന് ഇപ്പം വരുന്ന ആസ്ട്രോളജി അല്ലെങ്കിൽ എന്താ ലൈക്ക് നമ്മൾ ഏലിയൻസുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ലൈക്ക് നമ്മൾ ഇപ്പോൾ പത്രത്തിൽ തന്നെ ന്യൂസ്, അങ്ങനെയൊക്കെയുള്ള ന്യൂസുകളും കാര്യങ്ങളും വരുമ്പോൾ അത് തന്നെ അവർ കുറച്ച് പ്രാവശ്യം കാണുന്നു. അപ്പോൾ അവർ വീണ്ടും കാണുമ്പോൾ യൂട്യൂബിൻ്റെ ആൾക്കാർക്ക് അവർക്ക് വീണ്ടും സജഷൻ കൊടുക്കുന്നു. അങ്ങനെ കണ്ട് അതിന് കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള എവിഡൻസ് അവർ കാണുന്നില്ല. അപ്പം അങ്ങനെ വന്ന് അവരുടെ റിയാലിറ്റിയെ ചിലപ്പം അതായിട്ട് അങ്ങ് മാറും. അപ്പം അങ്ങനെ വരുമ്പം വലിയൊരു വിഭാഗം ഇങ്ങനെ സീഡോ സയൻസ് വിശ്വസിക്കുന്ന ഇത് ശരിയാണെന്ന് പറയുന്ന ലൈക്ക് സ്പിരിച്വാലിറ്റി ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് എന്തായിരുന്നല്ലോ, അവർ അതേസമയം അവർ സയൻസിന്റെ കുറേ കാര്യങ്ങൾ ഇതിലെടുത്ത് ഇടുന്നുമുണ്ട്. അപ്പോൾ അവർ കേൾക്കുമ്പോൾ നോക്കിയില്ലേ, കണ്ടോ അവിടെ ന്യൂട്രോൺസ് ഇലക്ട്രോൺസ് ആണ് വർക്ക് ചെയ്യുന്നത്, കണ്ടില്ലേ അതിൽ. അപ്പോൾ കുറച്ച് എൻ്റെ ബേസിക്സ് അറിയാമെന്നുള്ള ആളുകൾ കേൾക്കുമ്പോൾ വിചാരിക്കും അയ്യോ ഇതിലെന്തോ ശരിയാണ്, ഇതിലും കാര്യമുണ്ടെന്ന് വിചാരിക്കും. അപ്പം ആ ഒരു രീതിയിൽ, അതായത് സയൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും എളുപ്പത്തിൽ സീഡോ സയൻസ് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ഇങ്ങനെ പോകുന്നത്, അത് ഈവൻ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല എൻ്റെ ഹ്യൂമൻ റൈസിന്, ഒരു മാനവരാശിക്ക് തന്നെ അതൊരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു വലിയ ഒരു അറിവോ അല്ലെങ്കിൽ ഒരു അറിവ് കേടുള്ള ഒരു വലിയൊരു ജനവിഭാഗത്തിന് സൃഷ്ടിക്കാതിന് പറ്റത്തില്ല. അതൊരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയല്ലേ. ഈ ഇന്റർനെറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം വേണോ എന്നുള്ളൊരു ചോദ്യമാണ്. നിയന്ത്രണം വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്വാതന്ത്ര്യത്തോടു കൂടിയും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആരുടെയും വായടപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് റൈറ്റ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് എല്ലാം സ്യൂഡോ സയൻസ് ചെയ്യുന്നവരെയാണ് എന്നുള്ളതാണ്. കാര്യം സയൻസ് എന്ന് പറയുമ്പോൾ കെമിക്കലും രാസായുധവും ബോംബും ഒക്കെ ആണെന്നുള്ളൊരു തോന്നലാണ്. പൊതുവേ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം തന്നെ സയൻസിനോടൊരു പേടിയൊക്കെ കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കെമിക്കൽ ഏറ്റവും വലിയ ഒരു സാധനമാണ് കീമോഫോബിയ. അത് ചെയ്യരുത്, ഇത് കെമിക്കലാണ്, നാച്ചുറൽ 5000 വർഷത്തെ പാരമ്പര്യമുള്ള ഷാമ്പു, എന്ത് ഷാമ്പു, അന്ന് ഷാമ്പു ആയിട്ട് തലയുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിൽക്കാൻ അല്ലെങ്കിൽ സ്യൂഡോ സയൻസ് പ്രചരിപ്പിക്കാനായിട്ട് വളരെ എളുപ്പമാണെന്നുള്ളതാണ് സത്യം. പക്ഷെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം, ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള പേപ്പറുകൾ സൈറ്റ് ചെയ്ത വീഡിയോകൾക്ക് പോലും സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് പോലും എക്സ്പ്ലനേഷൻ ചോദിച്ചു വരുന്ന ഓലകൾ വരാറുണ്ടെന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടെന്നറിയോ? പോപ്പുലർ ആയിട്ടുള്ള അന്ധവിശ്വാസങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന, അപ്പോൾ
ഗവൺമെന്റ് റെസ്ട്രിക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആദ്യം റെസ്ട്രിക്ട് ചെയ്യാൻ പോകുന്നത് സയൻസ് പറയുന്നവരെയും സയന്റിഫിക് ടെമ്പറുമായിട്ടൊക്കെ മുന്നോട്ട് നടക്കുന്നവരെയും തന്നെയായിരിക്കും. കാര്യം ഇതുപോലെയുള്ള കാര്യങ്ങളാണ് പൊതുബോധത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അന്ധവിശ്വാസം എന്ന് പറയുന്ന സ്യൂഡോ സയൻസ് ഒക്കെ എല്ലാ ആളുകളുടെയും പൊതുബോധത്തിന്റെ എല്ലാം സാധാരണ ചുമ്മാ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ പറയും നല്ലൊരു പോസിറ്റീവ് എനർജി, ചുമ്മാ ഈ സയൻസിന്റെ ജാർഗൻസ് എടുത്ത് അടിക്കുക എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഇതിനെ റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യമില്ല. വളരെ നമുക്ക് ഇത് ഒരു ഡബിൾ എഡ്ജ് സോഡാണ്. ഗൂഗിളിൽ ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രക്തത്തിലെ അയണിന്റെ കാര്യം എടുക്കട്ടെ. ഇത് മാഗ്നറ്റിക് ആണോ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു AI മാഗ്നറ്റിക് ആണെന്ന് പറയും. എന്നാൽ ഇത് മാഗ്നറ്റിക് അല്ലല്ലോ ഹീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അതല്ലെന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഓപ്റ്റിമൈസ്ഡ് ആണ്. ആ ആൽഗോരിതം നിങ്ങൾക്ക് വേണ്ടത് കൊണ്ട് തരും. നിങ്ങളൊരു 10 ദിവസം സദ്ഗുരുവിൻ്റെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ 11ാമത്തെ ദിവസവും നിങ്ങൾക്ക് സദ്ഗുരുവിൻ്റെ വീഡിയോ കിട്ടും. നിങ്ങൾ ബാബ രാംദേവിനെ കാണുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ളത് കിട്ടും. ഇനി അതല്ല സയൻസ് വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യം അതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആൽഗോരിതം നിങ്ങൾക്ക് സയൻസ് വീഡിയോസ് കൊണ്ടുവരും. അപ്പോൾ ആളുകളുടെ ഇൻട്രസ്റ്റ് മാറ്റാനായിട്ടുള്ള പൊതുപരിപാടികളിലൂടെ പൊതുബോധവൽക്കരണത്തിലൂടെ ഇവരെ മാറ്റുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു സൊല്യൂഷൻ. അല്ലാതെ ഈ കണ്ടന്റിനകത്ത് റെസ്ട്രിക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതല്ല എന്നുള്ളതാണ്. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഒരു കാര്യം കാണുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എടുക്കുക. ജെന്യുവിൻ ആയിട്ടുള്ള ഒറിജിനൽ പേപ്പർ അതുപോലെയുള്ള സോഴ്സിനകത്ത് പോയിട്ട് തന്നെ നിങ്ങൾ ആ ഇൻഫർമേഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ പ്രപഞ്ചം ബിഗ് ഫ്രീസിനെ പറ്റി ഒരു പത്രം എഴുതിയാണ്, തണുത്തുറഞ്ഞു പോകും. അപ്പോൾ ലിറ്ററൽ മീനിങ്ങിലേക്ക് ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് അതിൻ്റെ ഒറിജിനൽ പേപ്പറുകളിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇത് നമ്മൾ കുറച്ച്, അതായത് ഒരു ബേസിക് സയൻസിനെ പറ്റി നോളജ് ഉള്ളവരുടെ കാര്യമാണ്. ഒരു സാധാരണക്കാരന് അത് ഈ പറഞ്ഞ കാര്യങ്ങൾ ആക്സസ് ചെയ്യാനും അത് മനസ്സിലാക്കി കൃത്യമായിട്ട് താരതമ്യം ചെയ്ത് മനസ്സിലാക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പം സാർ ഉദ്ദേശിച്ച കണക്ക് ഒരു കംപ്ലീറ്റ് ബാൻ അല്ല ഉദ്ദേശിച്ചത്. ലൈക്ക് ഒരു കൈൻഡ് ഓഫ് സെൻസർഷിപ്പ്, അല്ലെങ്കിൽ എന്താ പറയുന്ന വ്യക്തമായ ഒരു അറിവുള്ള അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ അറിയാവുന്ന ആളുകൾ മാത്രം അതിനെപ്പറ്റി സംസാരിച്ചാൽ മതി എന്നുള്ളൊരു നിയമം. അപ്പോൾ ഉദാഹരണത്തിന് ആരോഗ്യ കാര്യങ്ങളിൽ ഡോക്ടറായിട്ടുള്ള ആളുകൾ മാത്രം അതിന് നിർദ്ദേശം കൊടുത്താൽ മതി, അല്ലാതെ അറിയുന്നവർ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഗവൺമെന്റ് ആയിരുന്നാലും സൊസൈറ്റിക്ക് ആയിരുന്നാലും ഒരു നിർദ്ദേശം നൽകിക്കൂടെ എന്നുള്ള കാര്യമാണ്. അറിയാവുന്ന ആൾക്കാർ മാത്രം ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചാൽ മതി എന്നുള്ള ഒരാശയത്തിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പൊന്നുമില്ല. കാരണം അതൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമല്ല, അതിൻ്റെ ഒരു പ്രത്യേകതയല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തും പറയാൻ വേണ്ടിയിട്ടുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടാവണം. അതിനേക്കാൾ ഒരു സമൂഹം പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം കേൾക്കുകയാണ്, അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് എങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. താങ്കൾ സൂചിപ്പിച്ച കാര്യം വളരെ കറക്റ്റാണ്. ഇന്നത്തെ കാലത്ത് ധാരാളം സൂഡോ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ ഇത് കാരണം ആ സമൂഹത്തിന് മൊത്തമായിട്ട് ഒരു അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം കുറയ്ക്കുക അല്ല ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യം, ഒരുപാട് സയൻറ്റിഫിക് നോളജ് ഉള്ള ആൾക്കാരാണ് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ആണെങ്കിൽ. എസ്പെഷ്യലി കേരളം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ്, അതിനകത്ത് സംശയമൊന്നും വേണ്ട. നമുക്ക് യഥാർത്ഥത്തിൽ സയൻറ്റിഫിക് നോളജ് ഇല്ലാത്തത് കൊണ്ടല്ല നമ്മളിത് വിശ്വസിക്കാത്തത്. നമുക്കില്ലാത്തത് സയൻറ്റിഫിക് നോളജ് അല്ല, സയൻറ്റിഫിക് സെൻസ് ആണ് ഇല്ലാത്തത്. അതായത് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യം കേൾക്കുമ്പോൾ ഇത് ശരിയായിരിക്കുമോ എന്നുള്ളൊരു കാര്യം ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ചില ആൾക്കാർക്ക്, ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ഒരു ആക്ടിവിസത്തിൽ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ചില ആൾക്കാർക്ക് ജന്മന തന്നെ ഇങ്ങനെ ഒരു സ്കില്ലുണ്ട്. അതായത് അവരുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ്. ഒരു കാര്യം കാണുമ്പോൾ തന്നെ ഇത് തെറ്റായിരിക്കുമോ എന്നായിരിക്കും അവർ ആദ്യം തന്നെ ചിന്തിക്കുന്നത്. അവർ വളരെ എളുപ്പം തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു സൂഡോ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. പക്ഷേ ഇതിൻ്റെ മിഡിലിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് കുറച്ച് പ്രോത്സാഹനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഈ സ്റ്റേജിനകത്തേക്ക് കയറി വരാം. എങ്ങനെ പ്രോത്സാഹനം കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഡ്ഢിത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കൃത്യമായിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്, ഫണ്ടമെൻ്റൽസും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മളൊന്ന് അതെല്ലാം കൂടുതലും തിങ്കിങ് ആയിട്ടുള്ള പ്രാക്ടീസുകളാണ്. അതൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കിതൊക്കെ മാറ്റാൻ വേണ്ടി പറ്റും. പിന്നെ മൂന്നാമതൊരു കാറ്റഗറി, അത് എന്ന് പറയുന്നത് അവരോട് നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറില്ല. എനിക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവരെ ഒരിക്കലും പറഞ്ഞ് നേരെയാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാൻ അവരോട് അധികം എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാറുമില്ല. അപ്പോൾ നമ്മൾ ആക്ച്വലി മനസ്സിലാക്കാനുള്ളത്,
എങ്ങനെ നമുക്ക് സയൻറ്റിഫിക് സെൻസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞ പോലെയുള്ള ഈ സമൂഹത്തിൽ നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ താങ്കൾ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നല്ലോ, അതായത് സയൻറ്റിഫിക് നോളജ് ഉള്ള ഒരാൾക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. പക്ഷേ ഒരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സാധാരണ മനുഷ്യനെ ഞാൻ ഉദ്ദേശിക്കുന്നത് എഴുത്തും വായനയും അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എങ്ങനെ ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മനുഷ്യനാണെങ്കിലും, അതിപ്പോൾ വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണെങ്കിലും ഇല്ലെങ്കിലും ഇൻ്റർനെറ്റ് സൗകര്യം പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് എല്ലാവർക്കും. ആ ഇൻ്റർനെറ്റിൽ ഇപ്പോൾ ഒരു ന്യൂസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ന്യൂസ് യഥാർത്ഥത്തിൽ വസ്തുതാപരമായിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമുള്ള ആയിരക്കണക്കിന് എത്രയോ വെബ്സൈറ്റുകളുണ്ട്. ഫാക്ട് ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റുകൾ ധാരാളമായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് വായിക്കുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇതുപോലുള്ള ആൾക്കാരെ എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് മെഡിസിൻ പോലുള്ള കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ സ്യൂഡോ മെഡിസിനെയൊക്കെ ഡീബങ്ക് ചെയ്യുന്ന വീഡിയോസോ ലേഖനങ്ങളോ ഒക്കെയാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പറയുന്ന ആൾക്കാർ ആരാണെന്ന് നിങ്ങൾ കണ്ടുവയ്ക്കുകയും ഒരു പുതിയ ന്യൂസ് ഇറങ്ങുകയാണെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ആരെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും അതിനെക്കുറിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. അത് നിങ്ങൾക്ക് നോക്കാവുന്നൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ മറ്റൊരു കാര്യം, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ ആക്ടിവിസത്തിലൂടെയും കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കുറേ കാലം നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തുടങ്ങിയത് ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ നിങ്ങൾ പതിയെ പതിയെ സാധാരണക്കാരനല്ലാതെയായി മാറും. അതാണ് ഇത്രയും കാലമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിൽ സർവൈവ് ചെയ്യുക, നിങ്ങൾ മാറുക, പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മനസ്സുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളൊരു സാധാരണക്കാരനല്ലാതെയായി മാറും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഇതുവരെ ഈ ഡിസ്കഷൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എസൻസിൻ്റെ പല സ്യൂഡോ സയൻസ് ഡിസ്കഷൻസും യൂട്യൂബിലൂടെയും അല്ലാതെ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ പകർന്നു കിട്ടാറുണ്ട്. ഈ സ്യൂഡോ സയൻസ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കറങ്ങിത്തിരിഞ്ഞത് ആയുർവേദത്തിലേക്കെത്തും എന്നുള്ള ഒരു മുൻധാരണയോടുകൂടി തന്നെയാണ് ഞാനിവിടെ വന്നത്. ഞാൻ പല പ്രാവശ്യവും ഈ പറഞ്ഞ കാര്യങ്ങൾ പല പ്രാവശ്യങ്ങളായി കേട്ടിട്ടുണ്ട്, പല തവണയായി യൂട്യൂബുകളിലൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ഇനി കുറച്ച് എന്നെ ഒന്ന് ഹൈക്ക് ചെയ്യാം. എൻ്റെ പേര് ഹരി എന്നാണ്, ഞാൻ ഡോക്ടറാണ്. അതായത് 40 വർഷത്തോളം പ്രാക്ടീസ് ഉണ്ട്, ആയുർവേദ ഡോക്ടറാണ്. 1986 ഒരു 3-4 ബാച്ച് കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതി 1048ാമത്തെ റാങ്കായിരുന്നു അന്ന്. വന്നിട്ട് തിരുവനന്തപുരം ആയുർവേദ കോളേജിലാണ് എൻ്റെ പഠനം പൂർത്തിയാക്കിയത്. 86-ലോ 87-ലോ, അതായത് 1986-ലോ 87-ലോ 88-ലോ 89-ലോ ഇതുപോലൊരു സംവിധാനം ഉണ്ടാവുകയും ഒരു ഡിസ്കഷൻ നടക്കുകയും ചെയ്താൽ തീർച്ചയായും ആ വേദിയിലിരിക്കുന്നതിൽ ഒരാളായിരുന്നിരിക്കണം ഞാൻ എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം സംസാരിച്ച വിഷയങ്ങളിൽ നടന്ന അസേർഷൻസുകളിൽ പല ഭാഗങ്ങളിലും എനിക്ക് കംപ്ലീറ്റായിട്ട് എതിരഭിപ്രായമാണുള്ളത്. വളരെ ഇപ്പോൾ ആയുർവേദത്തെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം, ആയുർവേദത്തെക്കുറിച്ച് സംസാരിക്കാം. അതിനു മുമ്പ് ഇവിടെ പഠിക്കുന്ന പല എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, അല്ലെങ്കിൽ മെക്കാനിക്കലാണ്. പല എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ അടുത്തൊക്കെ ഇപ്പോൾ പറഞ്ഞത് വാസ്തുശാസ്ത്രം ശാസ്ത്രീയമല്ല, തെറ്റാണ്. അതിൻ്റെ വാസ്തു ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന വാസ്തു എന്ന് പറയുന്ന സാധനം കെട്ടിടം പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കണക്കുകളെല്ലാം നല്ലതാണ്. എന്നാൽ എൻ്റെ ഭാര്യ വ്യഭിചാരിയായി പോകുമോ എന്ന സംശയത്തിൽ അതിൻ്റെ എൻ്റെ വീടിൻ്റെ മുഖപ്പ് മാറ്റുകയോ അല്ലെങ്കിൽ ഒരു വാതിൽ കട്ടളപ്പടിയുടെ കനം കൂട്ടുകയോ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ധാരാളം അനാവശ്യമായ പ്രവണതകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനെല്ലാം നിങ്ങളോടൊപ്പം കൂടുന്ന ഒരാളാണ് ഞാൻ. മനുഷ്യാലയ ചന്ദ്രിക വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള ഏറ്റവും പുരാതനമായ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സയൻറ്റിഫിക് ടെമ്പർ വെച്ചുകൊണ്ട് വായിച്ചാൽ തീർച്ചയായും നമുക്കതിനകത്തുനിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഗതികൾ ഉരുത്തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് സത്യമാണ്. അങ്ങനെയുള്ള നിലവാരത്തിലേക്ക് ഉയരുന്നവരെ
കണ്ടെത്തുന്നതിന് പകരം ഈ സോഷ്യൽ മീഡിയയിലും മറ്റും കൂടി ഞാൻ വാസ്തുവിൻ്റെ ആചാര്യനാണ് എന്ന് പറഞ്ഞ് അവരുടെ പുറകെ പോകുന്നവരെ നമുക്ക് തിരുത്താൻ എങ്ങനെ പറ്റും? 130 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അതിൽ 80% 10ാം ക്ലാസ് പോലും പാസ്സാകാത്തവരുമാണ്. എങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും? അതുകൊണ്ട് സയൻറ്റിഫിക് ടെമ്പർ നിലനിർത്തുന്ന ഒരു സമൂഹമായിട്ട് ഇതുപോലുള്ള മാധ്യമങ്ങളിൽ കൂടെ വരുന്ന സംഗതികളെ മുന്നോട്ട് കൊണ്ടുപോവുക, സയൻറ്റിഫിക് ടെമ്പറിനെ കൂടുതൽ വ്യാപകമാക്കുക എന്നുള്ള ഒരു ഏറ്റവും പ്രധാന കർത്തവ്യം എസൻസ് ഗ്ലോബൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ എനിക്കെതിരെ അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഈ വാസ്തുശാസ്ത്രത്തിലും ഗൗളിശാസ്ത്രത്തിലും ജാതകം നോക്കുന്നതിലും ഉണ്ടായിരിക്കുന്ന ശാസ്ത്രീയം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങൾ എങ്ങനെ ഉണ്ടായി? ആര് പറഞ്ഞു കൊടുത്തു എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ ആരിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ആ പോയിന്റിൽ നിന്നാണ് ഞാൻ ആയുർവേദത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നത്. കാരണം ഈ വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളും ആയുർവേദത്തിൽ പറഞ്ഞ കാര്യങ്ങളും ജനറേറ്റ് ചെയ്ത്, ഇപ്പോൾ ആയുർവേദം വേണ്ട ഒരു 2350 മുതൽ 2500 വർഷ കാലഘട്ടത്തിനിടയ്ക്ക് മുമ്പ്, ക്രിസ്തുവിന് മുമ്പ് 350നും 500നും ഇട കാലഘട്ടത്തിൽ പുസ്തക രൂപത്തിലുണ്ടായതാണ്. അതിനു മുമ്പേ വളരെ കാലം കൊണ്ടേ ഈ സംഗതി ഇവിടെയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഞാൻ പറയുന്ന ഒരു പ്രധാന കാര്യം, ട്രയൽ ആൻഡ് എറർ പ്രൊസീജിയറിലൂടെ തന്നെയാണ് ഈ സംഗതികളെല്ലാം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ആരെങ്കിലും പറഞ്ഞു കൊടുക്കാതെ ഒരാൾ സ്വന്തം മനസ്സിൽ നിന്ന് ഈ സംഗതികൾ എഴുതി വയ്ക്കുമെന്ന് മനസ്സിലാക്കാനുള്ള വിഡ്ഢിത്തമൊന്നും ഈ നാട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്കുമില്ല, ഇത്രയും നാളും പഠിച്ചതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുന്ന നമ്മളെപ്പോലുള്ളവർക്കുമില്ല. എവിടെയൊക്കെയോ ചില ഗ്രിപ്സ് ഇവർക്കുണ്ടായിട്ടുണ്ടാവാം, അതിൽ നിന്നാവാം. അതിൻ്റെ തെളിവുകളും ഞാൻ ഇപ്പം പറയാവുന്നതാണ് എനിക്ക്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ടെക്സ്റ്റുകളും, അത് ഏൻഷ്യൻ്റ് ആവട്ടെ, സ്യൂഡോ സയൻസ് ആവട്ടെ, സയൻസ് ആവട്ടെ, എന്ത് കുന്തമായാലും അതിൽ നിന്നും നമുക്കാവശ്യമുള്ള സംഗതികൾ മുന്നിലേക്ക് എടുക്കത്തക്ക രീതിയിലുള്ള ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ഉയർന്നാൽ മാത്രമേ അതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കാടടച്ചെല്ലാത്തിനെയും സ്യൂഡോ ആണ്, കാടടച്ചെല്ലാം സയൻറ്റിഫിക് ആണ് എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ ഈ വേദിയിലിരിക്കുന്നവർ പറഞ്ഞു 2000 വർഷം മുമ്പ് ഈ നാട്ടിൽ നിലനിന്നിരുന്നു എന്ന് പറയുന്ന ഒരു ചികിത്സാ സമ്പ്രദായത്തെ എങ്ങനെ നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ചോദിക്കും, ഉപയോഗിക്കും? ശാസ്ത്രീയമാണ്, ശരിയാണ്, വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണത്. ഈ നിരീക്ഷണം തന്നെയാണ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഞങ്ങളുടെ അസോസിയേഷൻ മുഖാന്തരം മുമ്പോട്ട് വെച്ചിട്ടുമുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെ നമുക്കാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ നഷ്ടപ്പെടുത്തുന്നത് ഏറ്റവും വലിയ പാതകമായിരിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ലിനെ പോലും ബാധിക്കത്തക്ക രീതിയിലുള്ള സംവിധാനമായിരിക്കുമെന്ന് പറയാനും എനിക്ക് താല്പര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലെല്ലാം തന്നെ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ കാണും. അതിനകത്ത് സ്റ്റാർ അനൈസ് എന്ന് അടിച്ചു നോക്കുക. സ്റ്റാർ അനൈസ് അടിച്ചു നോക്കുക. അതിനകത്ത് കൃത്യമായിട്ടറിയാം അത് ഇപ്പോൾ H1N1 കൊടുക്കുന്ന മരുന്നുണ്ടാക്കുന്നതാണ്. അത് മാത്രമല്ല അതിനകത്തുള്ള കെമിക്കൽ കോമ്പൗണ്ട് കൃത്യമായി നമ്മളിന്ന് ലാബിലുണ്ടാക്കുകയും ചെയ്തു. ലാബിലുണ്ടാക്കിയ മരുന്നിന് യാതൊരു പ്രയോജനവും കിട്ടുന്നുമില്ല എന്നുള്ള വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇന്നത്തെ ഏറ്റവും പുരോഗമനം എന്ന് പറയുന്ന ശാസ്ത്രലോകം എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇലിയം വീരം എന്ന് പറയുന്ന നമ്മൾ ഈ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന, ആക്ച്വലി ചോദ്യം വളരെ വ്യക്തമാണ്, ഒന്നും കൂടി ഒന്ന് കണ്ടൻസ്ഡ് ആയിട്ട് പറഞ്ഞു. കണ്ടൻസ്ഡ് ആയിട്ട് ഞാൻ ഏറ്റവും അവസാന ഭാഗത്തേക്കാണ് വരുന്നത്. ഇലിയം വീരം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ അങ്ങാടിക്കടകളിലൊക്കെ കിട്ടും, പലചരക്ക് സ്റ്റോറിലൊക്കെ കിട്ടും. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സാധനമാണ്. അതിനകത്തു നിന്നാണ് H1N1 മരുന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സാധനം നമ്മൾ ഈ 2350 വർഷം മുമ്പ് എഴുതി വച്ചിരിക്കുന്ന ആയുർവേദ പുസ്തകങ്ങളിലെ ജ്വര ചികിത്സയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രക്ഷേപദ്രവ്യമായി, അതായത് ഒരു കുക്കിങ്ങും നടത്താതെ കുക്ക്ഡ് പ്രോട്ടീൻ അല്ലാതെ നേരിട്ടത് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ ഉപയോഗിക്കാനായിട്ടാണ് തന്നെയാണത് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അവസാനം ഈ കോവിഡിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. 1.5 ലക്ഷം പേർക്ക് മരുന്ന് കൊടുത്തതിൻ്റെ തെളിവ് ഈ നാട്ടിലെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യം ഒരു മിനിറ്റ്, രണ്ടാമത് ലാസ്റ്റിലത്തേക്ക് വരിക. ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ തന്നെയാണ് അലോപ്പതി മരുന്നുകളും ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ഇതുവരെയും പാരസെറ്റമോളിൻ്റെ
പാരസെറ്റമോളിൻ്റെ ഫാർമക്കോ ഡൈനാമിക്കൽ ആക്ഷൻസ് ഇതുവരെയും ഈ നിമിഷം വരെയും കണ്ടുപിടിച്ചതായി ഒരവകാശവാദവും ഒരു പേപ്പറും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴും നമ്മൾ പാരസെറ്റമോൾ പനി മാറാൻ ഉപയോഗിക്കുന്നുണ്ട്. പാരസെറ്റമോൾ മാത്രമല്ല, സദോസ്കർ എഴുതിയ ഫാർമക്കോളജി ഫാർമക്കോഡൈനാമിക്സ് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം 30-35 മരുന്നുകളുടെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന എക്സാക്റ്റ് ഫാർമക്കോഡൈനാമിക്കൽ ആക്ഷൻ അറിയില്ല എന്ന് തന്നെയാണ്. തെളിവ് വളരെ ഈ പ്രോജക്ടറൊന്നും ഓൺ ചെയ്യാമെങ്കിൽ തെളിവ് ഞാൻ ഇപ്പം തരാം, യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിന് ഉത്തരം ചന്ദ്രശേഖർ രമേശ് പറയാമെന്ന് തോന്നുന്നു. ചോദ്യം വ്യക്തമാണ്. ചോദ്യത്തെക്കാൾ ഒരു വലിയ പ്രഭാഷണമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും വാസ്തുവിൽ നിന്ന് തുടങ്ങാം. ഈ വാസ്തു വിദ്യയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? ആര് പറഞ്ഞു കൊടുത്തു എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ആര് പറഞ്ഞാലും, ഇപ്പം നേരത്തെ പറഞ്ഞപ്പോഴും നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, ആര് പറയുന്നു എന്നുള്ളതല്ല, എന്ത് പറയുന്നു, പറയുന്നത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആയുർവേദത്തിലെടുക്കാം. നമുക്ക് ഈ സ്റ്റാർ ആനീസോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പാരസെറ്റമോളിൻ്റെയോ ഒക്കെ ഫാർമക്കോ ഡൈനാമിക്സിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ആയുർവേദ അശാസ്ത്രീയം ആണ് എന്ന് പറഞ്ഞെന്നുള്ളതാണ്. ആയുർവേദത്തിൻ്റെ വാതപിത്ത കഫം എന്ന് പറയുന്നത് നമുക്ക് ഒരു കാരണവശാലും തെളിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നുള്ളത് ആദ്യമേ പറഞ്ഞു. അനാറ്റമിയിൽ പറയുന്നതായാലും ഇപ്പം ആയുർവേദ പുസ്തകങ്ങൾ താങ്കൾ എന്തായാലും വായിച്ചാണ്, കാര്യം ഡോക്ടർ ആയതുകൊണ്ട്. പുംസവനക്രിയ എന്നൊക്കെ പറഞ്ഞ സാധനം, ഒരു മിനിറ്റ് ഇടയ്ക്ക് നമുക്ക് സംസാരിക്കാം. പുംസവനക്രിയ എന്നൊക്കെ പറഞ്ഞ സാധനം വായിച്ചു നോക്കണം. ആൺകുട്ടി ഉണ്ടാവാൻ എങ്ങനെ, പെൺകുട്ടി ഉണ്ടാവാൻ എങ്ങനെ എന്നൊക്കെ ചെയ്യുന്നത്. ഇന്നത്തെ കാലത്തെ അറിവ് വെച്ച് നോക്കുമ്പോൾ അന്ന് ആളുകൾ ചെയ്തിരുന്നത് മണ്ടത്തരമാണെന്ന് ഞാൻ പറയുന്നില്ല, കാര്യം അന്ന് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവരെഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായ ധാരണയുള്ള സമയത്ത് നമ്മൾ വീണ്ടും പോയി ഈ പുസ്തകങ്ങൾ വായിക്കുകയും അതിനകത്ത് നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെകഞ്ഞെടുക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നത് വെറും മണ്ടത്തരമാണ്, ശുദ്ധ അബദ്ധമാണ്. നിങ്ങൾക്ക് കശുവണ്ടി കഴിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങളൊരു മട്ടൻ ബിരിയാണി വാങ്ങിച്ചിട്ട് അതിനകത്ത് നിന്ന് കശുവണ്ടി പറക്കി തിന്നേണ്ട കാര്യമില്ല. കാശ് കൊടുത്ത് കശുവണ്ടി വാങ്ങിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു കാര്യം. മറ്റൊരു കാര്യം, ഈ സ്റ്റാർ ആനീസിൽ നിന്ന് എന്തോ ഒരു മോളിക്യൂള് കണ്ടെത്തി, ആ മോളിക്യൂള് H1N1 കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ഈ സ്റ്റാർ ആനീസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? മറ്റേ ഇതിനകത്തൊക്കെ ഉള്ളൊരു ചെറിയൊരു സംഭവമാണ്. ഈ സമൂലം അരച്ചു കൊടുക്കുന്ന ഈ ഷോർട്ട് ഗൺ പരിപാടികളാണ് കൂടുതൽ നമുക്കിപ്പോൾ ആയുർവേദത്തിനകത്ത് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഏതൊരു ചെടി എടുത്താലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഫൈറ്റോ കെമിക്കൽസും ആൽക്കലോയിഡ്സും ഒക്കെ ഉണ്ടാവും, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്തിനാണിത്? പ്രധാനമായിട്ട് ആ കോമ്പൗണ്ടുകളെല്ലാം നേരത്തെ കൃഷ്ണപ്രസാദ് പറഞ്ഞതുപോലെ ജീവികളെ ചെറുക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എരിക്കിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബട്ടർഫ്ലൈയുടെ ലാർവേ വന്നിരുന്ന ആ ഇല സുഖമായിട്ട് തിന്നും, പക്ഷെ നമ്മൾ തിന്നു കഴിഞ്ഞാൽ കാർഡിയോ ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്, ചത്തു. അതിന് ഈ കഴിക്കുന്ന പുഴുവിനെ പോലും ആ ഒരു കിളി പോലും പിടിക്കില്ല. അതിന് വേണ്ടിയിട്ട് പരിണാമപരമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റേഷനാണത്. അപ്പോൾ ഇതുപോലെ ചെടികളെല്ലാം വിഷങ്ങൾ ഉണ്ടാക്കി സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ അതിനെ ഏതെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് കണ്ടാൽ, വാർഫറിൻ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. വിസ്കോസിൻ ഐഡിയ എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടും. ഒരു ഫാമർ അയാളുടെ പശുക്കൾ ചത്തതിന്, രക്തസ്രാവം വന്ന് മരിച്ചതിന് അയാൾ പോയത് വേറെ എന്തെങ്കിലും സ്ഥലത്തോട്ടല്ല, ഒരു കെമിസ്റ്റിൻ്റെ അടുത്തോട്ടാണ്, ലാബിലോട്ട് കൊണ്ടുപോയിട്ട് അതിന് ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ടെന്ന് അയാൾ കണ്ടെത്തുകയും ആദ്യം എലിവിഷമായിട്ട് ഉപയോഗിക്കുകയും പിന്നെ അതിനെ മിനിമം എഫക്റ്റീവ് ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ബ്ലഡ് തിന്നിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക കണ്ടെത്തുകയും ചെയ്തു. ഇതാണ് ശാസ്ത്രത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മോഡേൺ മെഡിസിനിൽ ഒരു മോളിക്യൂളാണ് എപ്പോഴും കൊടുക്കുക, അല്ലാതെ ഒരു കോക്ടെയിൽ ഓഫ് മോളിക്യൂൾ അല്ല. നമ്മൾ ഒരു കാട്ടുകോഴി നടന്നു പോകുന്നു, നിങ്ങൾക്ക് അതിനെ എറിഞ്ഞു കൊല്ലണമെന്നുണ്ടെങ്കിൽ 10 കല്ല് താഴെ നിന്ന് എടുത്തെറിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് കൊള്ളും. ഈ പരിപാടിയാണ് ആയുർവേദം ചെയ്യുന്നത്. ഒരു കൺകോക്ഷൻ. പണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് ഈ കോൺസെൻട്രേറ്റ് ചെയ്യുക, വേപ്പറാക്കിയിട്ട് തിരിച്ച് കണ്ടൻസ് ചെയ്ത് ഡിസ്റ്റിൽ ചെയ്തെടുക്കുക, ഇതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അന്നുള്ള മരുന്നാണെന്ന് കരുതിയിരുന്ന ട്രയൽ ആൻഡ് എററിൽ കൂടെ ആളുകൾ കൊടുക്കും. ചിലർ കൊടുക്കുമ്പോൾ ചത്തുവും, അപ്പോൾ ഇത് വിഷമാണെന്ന് മനസ്സിലാക്കും. പക്ഷേ ഇതിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇമീഡിയറ്റ് ആയിട്ട് എഫക്റ്റ് ആണ്. ഒരു ഇടി കൊണ്ടു വേദന എടുത്തു, ഇമീഡിയറ്റ് ആയിട്ട് എഫക്റ്റ് ആണ്. ടെമ്പറൽ റിലേഷൻ വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ആയുർവേദത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ കുറേ കാലം കഴിച്ച് കഴിയുമ്പോഴായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ടെമ്പറൽ കണക്ഷൻ കിട്ടില്ല. ഈ മരുന്ന് കഴിച്ചത് കൊണ്ടാണ് ഈ അസുഖം വന്നതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഈ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് ടെസ്റ്റ് വേണമെന്ന് പറയുന്നത്. അതിന് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് RCTയും മെറ്റാ അനാലിസിസും ഒക്കെയാണ്. അതായത് റാൻഡമൈസ് കൺട്രോൾ ട്രയൽ, അതും ഡബിൾ ബ്ലൈൻഡ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്തിട്ടുള്ള റിസൾട്ടുകളെയാണ് നമ്മൾ എന്താണ് അത് ആ തന്മാത്രയെ നമുക്കൊരു പ്രത്യേക അസുഖത്തിന് ചികിത്സയ്ക്കായി ഉപയോഗിക്കാം എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ആർട്ടിമിസിനിൻ എന്ന് പറഞ്ഞ മരുന്ന് TUU എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞയ്ക്ക് നോബൽ സമ്മാനം കിട്ടിയത് കണ്ടു കാണും. അത് പ്രോപ്പർ ഡ്രഗ് ഡിസ്കവറിയാണ്. അത് ട്രഡീഷണൽ മെഡിസിനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ചൈനീസ്
പക്ഷേ അതിൽ നിന്നൊരു മരുന്ന് കണ്ടെത്താൻ പറ്റിയെന്ന്. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ H1N1 എന്നൊക്കെ പറഞ്ഞു, ആയുർവേദത്തിൻ്റെ സമയത്ത് വൈറസും ഇല്ല, ബാക്ടീരിയ ഇല്ല, ഒന്നുമില്ല. ഈ മലേറിയയുടെ പാരസൈറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഹെർബ് കൊടുത്തോണ്ടിരുന്നത്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് പറ്റി? നാച്ചുറലായിട്ട് തന്നെ ഇത് ഏത് ജീവിക്കെതിരെയാണോ പ്രയോഗിക്കുന്നത് ആ ജീവിക്ക് അതിനുള്ള അഡാപ്റ്റേഷൻ കിട്ടിയതുകൊണ്ട് ഇന്ന് ആർട്ടിമിസിനിൻ മാത്രമായിട്ട് മലേറിയയ്ക്ക് ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. വേറെ ഡ്രഗുകളും കൂടെ കൊടുക്കണം എന്നാണ് WHO പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തുനിന്ന് ഈ പഴയ സാധനത്തിൽ നിന്ന് എന്തെങ്കിലും നല്ലതുണ്ടോ എന്ന് നോക്കുന്നതിന് പകരം അങ്ങനെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട എന്താണ്, 4000 കോടിക്ക് അടുപ്പിച്ചാണ് ഒരു വർഷം ആനുവൽ ബഡ്ജറ്റ് ഈ ഇതര വൈദ്യങ്ങൾക്കായിട്ട് കൊടുക്കുന്നത്. ആ കിട്ടുന്ന ബഡ്ജറ്റിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും അസുഖം ഏതെങ്കിലും മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാറുമെന്ന് വസ്തുനിഷ്ഠമായി ഏതെങ്കിലും അസുഖം തെളിയിച്ചിട്ട് നിങ്ങൾ ആ മരുന്നിനെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പാർട്ട് ഓഫ് സയൻസ്, ആ മരുന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളും ഇവിടെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞു 1,00,000-ലധികം ആൾക്കാർക്ക് കോവിഡ് സമയത്ത് മരുന്ന് കൊടുത്തതിൻ്റെ തെളിവ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ സമർപ്പിച്ചു എന്ന് പറയുന്നത്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കിടക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ കയ്യിലല്ലായിരുന്നു ഇത് കൊടുക്കേണ്ടിയിരുന്നത്. ഇവിടെ പിന്നെ ഗവൺമെൻറ്റിനെ എപ്പോഴായിരുന്നു സമീപിക്കേണ്ടിയിരുന്നത്? ഇതെല്ലാം തെളിയിച്ച് ഇത് പ്രവർത്തിക്കുന്നു, ഈ രോഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം എന്ന സംശയലേശമന്യേ ഉള്ള തെളിവായിരുന്നു ഗവൺമെൻറ്റിൻ്റെ അടുത്ത് സമീപിക്കേണ്ടത്. എന്തിന്? ഈ മരുന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അവിടെയാണ് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമുള്ളൂ, അല്ലേ? ഈ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം. അല്ലാതെ തെളിവ് ഗവൺമെൻറ്റിനെ കാണിക്കേണ്ട ആവശ്യമില്ല. അവിടെ ആയിരുന്നില്ല തെളിവ് കൊടുക്കേണ്ടിയിരുന്നത്. മറിച്ച് അത് ഗവൺമെൻറ്റിന് ആ പണിയില്ലല്ലോ, തെളിവ് നോക്കുന്ന പണിയില്ലല്ലോ ഗവൺമെൻറ്റിന്. തെളിവ് നോക്കുന്ന പണിയുള്ള ആൾക്കാരുണ്ട്. ഒരു നല്ലൊരു ഡീസൻറ്റ് ജേർണലിൽ പ്രസിദ്ധീകരിക്കണമായിരുന്നു. എങ്ങനെയാണ് ഈ ടെസ്റ്റുകൾ നടത്തിയത്, ഈ ടെസ്റ്റിന് ഉപയോഗിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിൽ നിന്ന് വന്നിട്ടുള്ള റിസൾട്ടുകൾ എന്തൊക്കെയായിരുന്നു, അത് കൃത്യമായി എഴുതി ഏതെങ്കിലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ജേർണലിൽ പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു. അതാണ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം കണ്ടില്ലേ, നമ്മൾ ഇവിടെ പ്രസിദ്ധീകരിച്ചു, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ജേർണലിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഡീസൻ്റ് ആയിട്ടുള്ള ജേർണലിൽ ആ സമയത്ത് കോവിഡിൻ്റെ സമയത്ത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ വിസിബിലിറ്റി ഉള്ളൊരു സമയം കൂടിയാണെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള ശാസ്ത്രജ്ഞന്മാർ അത് കാണുകയും അവർ ഇതിനകത്ത് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുമെന്നുള്ളത്. സ്വാഭാവികമായിട്ട് എൻ്റെ ഇത്രയും കാലത്തെ ഒരു ആക്ടിവിസത്തിൽ നിന്ന് ഞാൻ മനസ്സിലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സൂഡോ സയൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണങ്ങളിൽ ഒരെണ്ണമാണ് തെളിവ് ചോദിക്കുമ്പോൾ ഞാനത് ഗവൺമെൻറ്റിന് കൊടുത്തു, നമ്മുടെ കയ്യിൽ ആ ഗവൺമെൻറ് കാലാകാലങ്ങളായിട്ട് നമ്മുടെ കയ്യിൽ ആ തെളിവ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ആളെന്നും ഒരു ഗവേഷണം ചെയ്യുന്ന ആളെന്നും ഉള്ള ഒരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തെളിവുണ്ടോയെന്നൊന്നും ഞാൻ നോക്കില്ല. അത് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ, ആ പേപ്പർ എന്ത് പറയുന്നു, അത് ഡീസൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണോ, അത് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സ്റ്റഡീസ് വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. എനിക്കതാണ് അറിയേണ്ടത്. ഒരു ശാസ്ത്രം എന്നുള്ള ഒരു കാര്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് തെളിവുകളാണ്, അല്ലാതെ സർക്കാർ എന്ത് പറയുന്നു എന്നുള്ളതല്ല. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഈ 1,00,000 പേരുടെ ചികിത്സ നടത്തി അവർക്ക് അത് രോഗം വന്നില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതല്ല. ഈ കേരള അസംബ്ലിയിൽ ആരോഗ്യമന്ത്രി പറയുകയും അത് കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയും അത് ഞങ്ങൾ ഒരു വിദേശ സയൻസ് മാഗസിൻ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടാണ് ഞാനിത് ഇവിടെ പറഞ്ഞത്. അതിന് മാത്രമല്ല, റിസർച്ചുകൾ പലതും നടന്നിട്ടുണ്ട്. കർണാടക മെഡിക്കൽ കോളേജിൽ റിസർച്ച് സെൻറ്ററിൽ 10ഓളം ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന്, അതായത് പാർഷ്യൽ പ്രഷർ, ഓക്സിജൻ പാർഷ്യൽ പ്രഷർ ഏകദേശം 45 താഴേക്ക് പോയിക്കൊണ്ടിരുന്ന പേഷ്യൻസിന് വേറെ ഗതിയില്ലാതെ അവിടുത്തെ ഫാർമക്കോളജി പ്രൊഫസറുടെ റിലേറ്റീവ്സും ഒക്കെ ഉണ്ടായിരുന്നിടത്ത് ഞാനല്ലോ പറഞ്ഞതിന് മറുപടിയാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല. ഞാൻ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടപെട്ടിട്ടില്ല. ചോദ്യങ്ങൾ മാത്രമായിട്ടല്ലോ, ദിസ് ഇസ് എ ഡിസ്കഷൻ എന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. അത് ജനാധിപത്യമല്ല. ഇടയ്ക്ക് കയറി ആ ഫ്ലോ കളയരുത്. അല്ല, ജനാധിപത്യപരമായിട്ടുള്ള കാര്യം പറയാനാണ്. അല്ല, ജനാധിപത്യപരമായി ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇതിനകത്ത് ഇപ്പൊ മാത്രമേ ടൈമിന് പ്രശ്നം വരുന്നുള്ളൂ. ഞാൻ സംസാരിക്കുമ്പോൾ മാത്രമേ ടൈമിന് പ്രശ്നം വരുന്നുള്ളൂ. ഡോക്ടറിന് ആവശ്യത്തിലധികം സമയം തരാം. നമ്മുടെ എസെൻസിന്റെ ഒരു വേദിയിൽ ഒരു ഡിബേറ്റിന് ഞാൻ ഡോക്ടറിനെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പാനലിസ്റ്റുകളിൽ ആരെങ്കിലും ഒരു പ്രശ്നവുമില്ല. തീർച്ചയായിട്ടും ഡോക്ടറിന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ആ വേദിയിൽ പറയാവുന്നതാണ്. ഇവിടെ നമുക്ക് കുറച്ചധികം
ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ പറഞ്ഞോട്ടെ. ഈ ഡിബേറ്റിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഇല്ല വന്നേക്കാന്ന് പറയും. പക്ഷേ ഇവരുടെ സംഘടന വിടില്ല കേട്ടോ, അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. സംഘടനയല്ല വരുന്നത്, പേഴ്സണലായിട്ട് വരും. പ്രശ്നമുണ്ട്. ഹു കെയർസ് അബൌട്ട് അസോസിയേഷൻ പേഴ്സണലായിട്ട് വരും. പിന്നെ ഇതിനു മുമ്പ് ഈ ഡിബേറ്റിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ ഇവിടെയുള്ള പാനലിലുള്ള ഒരാൾ പറഞ്ഞു ഈ സ്യൂഡോ സയൻസിനെ സയന്റിഫിക് ആക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ പോലും കൊടുക്കേണ്ട കാര്യമില്ല എന്ന്. ഇപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് 4000 കോടി രൂപയുടെ ബജറ്റ് ഇട്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഈ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ റിസർച്ച് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നുകൂടെ എന്ന്. ആ രണ്ട് ഒപ്പീനിയനും പരസ്പര വിരുദ്ധമല്ലേ എന്നുള്ളതും എനിക്ക് പറയാനുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ നേരത്തെ പറഞ്ഞ ഹോമിയോപ്പതിയുടെ ഇഷ്യൂ ആണ്. ഒരു മോളിക്യൂൾ പോലും നമ്മുടെ ശരീരത്തിൽ കയറിയാൽ അത് വിഷമാണെങ്കിൽ ശരീരം റിയാക്ട് ചെയ്യും എന്നുള്ള ഒരു പ്രാചീനമായ അറിവ് നമുക്കുണ്ട്. ഇപ്പോഴും വളരെ ഏറ്റവും ടോപ്പ് ലെവൽ റിസർച്ചായിട്ട് ടീലോമിയർ അട്രിഷൻ എന്ന് പറയുന്ന സംഗതികളിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലസ് ടീലോമിയർ അഡ്മിഷനകത്ത് ടീലോമറൈസ് എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടീലോമിയർ അട്രിഷൻ കുറയ്ക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളും വരുന്നുണ്ട്. പക്ഷെ ആ പഠനങ്ങളെല്ലാം തന്നെ ഒരു മോളിക്യൂളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത് സയൻറ്റിഫിക് അല്ല, അത് സ്യൂഡോ സയൻസ് ആണെന്നാണ് പറയുന്നത്. ശരിയായിരിക്കാം, പക്ഷേ ഒരു മോളിക്യൂളിനെ ഉപയോഗിച്ച് 100% എഫക്റ്റീവായിട്ട് എത്ര മരുന്നുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, അങ്ങനെ ഉണ്ടാക്കിയ എത്ര മരുന്നുകൾ പിന്നീട് പിൻവലിച്ചു പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യർത്ഥത മനസ്സിലാകുന്നത്. നേരത്തെ ഞാൻ സ്യൂഡോ സയൻസിൻ്റെ ഒരു ഹോൾമാർക്ക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. ടീലോമറൈസ് എന്ന് പറഞ്ഞ എൻസൈം, ടീലോമിയർ എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്, ഇതുപോലെയുള്ള ശാസ്ത്രത്തിൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും എടുത്ത് അടിച്ചുകൊണ്ടിരിക്കും. അഡ്രസ്സ് ചെയ്യേണ്ട വാദപിത്തകമം തൊടില്ല. ഇതാണ് വളരെ സിമ്പിൾ സ്യൂഡോ സയൻസിൻ്റെ. വെയിറ്റ് ചെയ്യൂ, താങ്കൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. സംവാദത്തിനാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു കൃത്യമായ ടൈറ്റിൽ ഇട്ടിട്ട് താങ്കളുടെ വാദം എന്താണോ അത് റെഫ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ സംവാദം നടത്താം. രണ്ടാമത്തെ കാര്യം, ഞാൻ ആയുർവേദം റിസർച്ചിന് ഒരു സാധനവും കൊടുക്കരുതെന്നല്ല പറഞ്ഞത്. അത് ഈ ആചാര്യന്മാരിൽ നിന്ന് കേട്ട് ശീലിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. കാര്യം നിങ്ങൾക്ക് ഒരിക്കലും വാദം പിത്ത കഫം തിരുത്താൻ പറ്റില്ല. കാര്യം നമുക്ക് അറിവുകൾ എങ്ങനെയാണ് കിട്ടുന്നത്? TARD എന്ന് പറയും, ട്രഡീഷൻ, അതോറിറ്റി, റെവലേഷൻ ആൻഡ് ഡോഗ്മ. ഇതിനകത്ത് അതോറിറ്റിയിൽ നിന്ന് കിട്ടിയതാണ്. എൻ്റെ ഗുരുനാഥന്മാർ എനിക്ക് തന്നതാണ്. എനിക്കിനി വാദം പിത്തം കഫം പൊളിച്ച് പണിയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ആയുർവേദം ഇന്നും അശാസ്ത്രീയമായിട്ട് തുടരുന്നത്. അത് കളഞ്ഞിട്ട് മോഡേൺ രീതികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അനാറ്റമിയോ ഫിസിയോളജിയോ ഒക്കെ നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം മാറുന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. ഞാൻ പറഞ്ഞത് ഇവിടെ ഒരാൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ടാണ്. ഇമേജിംഗ് ടെക്നോളജി ഉണ്ട്, MRI പോലെയുള്ള കാര്യങ്ങളുണ്ട്, ആളുകളെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ ഗ്രാഫിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് ചികിത്സയിൽ അവർക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ആയുർവേദക്കാരന് അത് കിട്ടിയാലും അവർക്ക് വാദം പിത്തം കഫം ഒന്നും ഇതിനകത്ത് കാണാൻ പറ്റില്ല എന്നുള്ള വസ്തുതയാണ് ഞാൻ പറഞ്ഞത്. ഈ 4000 കോടി കിട്ടുന്നിടത്ത് ഇവർക്ക് മരുന്ന് പരീക്ഷണം നടത്താൻ ടെക്നോളജി ഉപയോഗിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പരീക്ഷിക്കൂ, നിങ്ങൾ മരുന്ന് കണ്ടുപിടിക്കൂ, ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ആദ്യം തെളിയിക്കൂ, അതിനുശേഷമാണ് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനൊക്കെ. നേരത്തെ എനിക്ക് തോന്നുന്നു പ്രോസ്റ്റഗ്ലാൻഡിൻ മറ്റേ പാരസിറ്റമോളിൻ്റെ ഫാർമക്കോ ഡൈനാമിക്സ് ഒക്കെ പറഞ്ഞു. അങ്ങോട്ടൊന്നും പോകണ്ട, നിങ്ങളുടെ മരുന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ കൊണ്ടുവരൂ. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ ഏതെങ്കിലും ഒരു മരുന്ന് കൊടുത്ത് ഒരു രോഗം മാറി എന്നുള്ളതാണ് ആദ്യം തെളിയിക്കേണ്ടത്. ആയുർവേദ മരുന്ന് കൊടുത്ത് മാറിയ സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ച ഒരു രോഗത്തിൻ്റെ പേര് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതായത് അനക്ഡോട്ട്സ് അല്ല. ICUവിൽ കിടക്കുന്ന 10 രോഗികൾ പൾസ് ഓക്സിമീറ്ററിൽ നോക്കിയപ്പോൾ 47 താഴെ ഓക്സിജൻ പോയി. അതിൽ 10 പേർക്ക് ഞാൻ ആയുർവേദ മരുന്ന് കൊടുത്തു. ഞാൻ പറയുന്നു അത് കൊടുത്തില്ലെങ്കിലും അവർ നേരെയായി വരുന്ന കേസായിരിക്കും എന്നുള്ളതാണ്. ഇതിനാണ് പോസ്റ്റ് ഓക് ഫാലസി എന്ന് പറയുന്നത്. പൂച്ച ചാടി, നിങ്ങൾ ബസ് മിസ് ചെയ്തു, നിങ്ങൾ പൂച്ചയിൽ ആരംഭിക്കും. പൂച്ച ചാടിയത് കൊണ്ടാണ് എനിക്ക് ബസ് കിട്ടാത്തതെന്ന് നിങ്ങൾ പറയും. കാര്യം പൂച്ച ചാടി ബസ് കിട്ടാത്തത് കൊണ്ട് നിങ്ങളത് ഓർത്ത് വയ്ക്കുകയും ചെയ്യും. പൂച്ച ചാടിയില്ലെങ്കിൽ ബസ് കിട്ടിയാൽ നിങ്ങളത് ഓർക്കുകയില്ല. ഇതാണ് സംഭവം. ഇപ്പം ഇവർ ഈ 10 പേർക്കും ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇവർക്ക് നാച്ചുറലായിട്ട് ഉണ്ടായി വരാൻ പറ്റുന്ന കാര്യം കൊണ്ടാണോ ഉണ്ടായതെന്ന് അറിഞ്ഞൂടാ. അവിടെ അതുകൊണ്ട് ഒരു കൺട്രോൾ ഗ്രൂപ്പ് വേണം. നിങ്ങൾ 2ആയിട്ട് തിരിച്ചിട്ട് നിങ്ങൾ കൊടുത്തത് എന്താണ് എന്നുള്ളത് നോക്കണം. അങ്ങനെ ഒരു പരീക്ഷണമായിട്ട് പിയർ റിവ്യൂ, നിങ്ങളുടെ ഡിസൈൻ, എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്തെങ്കിലും ഫ്ലോ ഉണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങളൊരു പിയർ റിവ്യൂ പേപ്പറിൽ പബ്ലിഷ് ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നിരുന്ന് സംസാരിക്കാം. അങ്ങനെ ഒരു പബ്ലിഷ്ഡ് ക്വാളിറ്റി ഉള്ള ജേർണലിൽ പബ്ലിഷ് ചെയ്ത ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്. അല്ലാതെ
ചുമ്മാ ഒരു അടിച്ചു വിടുന്ന ഈ ശാസ്ത്രത്തിൻ്റെ ജാർഗൻസ് എടുത്ത് അടിച്ചു വിട്ടിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പോലും ഇല്ലാതെ, ഇപ്പം നേരത്തെ ചോദിച്ചു എന്തുകൊണ്ട് ഡോക്ടേഴ്സ് മാത്രം മരുന്നുകളെ കുറിച്ച് സംസാരിക്കണം. അല്ല, ബാക്കി സയൻസുമായിട്ടൊക്കെ മാച്ച് ചെയ്യുന്ന കാര്യമാണ്. ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഈ ഗ്രാഫ്റ്റ് വെക്കുന്ന സമയത്ത് ഏത് ആംഗിളിൽ വെക്കണമെന്ന് എഞ്ചിനീയേഴ്സാണ് പറയുന്നത്, ഫ്ലൂയിഡ് ഡൈനാമിക്സ് പഠിച്ചവരാണ് പറയുന്നത്. ബയോകെമിസ്റ്റാണ് ഒരു കെമിക്കലിൻ്റെ ആക്ഷനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് പഠിക്കുന്നത്. ഒരു ഡോക്ടർ മാത്രമല്ല ഒരു മരുന്ന് പഠിക്കുന്നത്. ക്ലിക്ക് കെമിസ്ട്രിയും വന്നപ്പോൾ ഒരു പ്രോപ്പറായിട്ട് കെമിസ്ട്രിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ, MSc വഴിയും PhDയും കെമിസ്ട്രി കഴിഞ്ഞ ഒരാളായിരിക്കും ചിലപ്പോൾ ഒരു ഡ്രഗ് ഡിസ്കവറി നടത്തുന്നത്. ഇങ്ങനെ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് പോകാൻ പറ്റുന്നത് സയൻസിൻ്റെ ഒരു നേട്ടമാണ്. സ്യൂഡോ സയൻസിന് അത് പറ്റില്ല. വേറെ ഒരു ശാസ്ത്രമായിട്ടും ഒരു ശാഖയായിട്ട് യോജിക്കാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സംവാദം എന്നുള്ള രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രോപ്പർ ടൈറ്റിൽ ഇട്ടൊരു സംവാദം വയ്ക്കാം. എസെൻസിനകത്ത് ഉള്ള ആളുകൾ തീർച്ചയായിട്ടും തയ്യാറായിരിക്കും. എന്തായാലും ചോദ്യം ചോദിച്ചതിൽ വളരെ സന്തോഷം. നമ്മൾ സ്യൂഡോ സയൻസിനെ പറ്റി സംസാരിച്ച് ഇത്രയും നേരം നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തത് ഇതര വൈദ്യങ്ങളിലാണ്. ഇനി നമുക്ക് ടച്ച് ചെയ്യാനുള്ള കുറച്ച് മേഖലകളുണ്ട്. അതുകൊണ്ട് തന്നെ സമയം നമുക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിച്ചു പോവാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള പ്രാക്ടീസസ് വളരെയധികം നിലനിൽക്കുന്ന ഒരു മേഖലയാണ് ഫിറ്റ്നസ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ധാരാളം ഡീറ്റോക്സ് ഡ്രിങ്ക്സുകളുണ്ട്, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഡ്രിങ്ക്സുകളുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതൊക്കെ എത്രത്തോളം അൺസയൻറ്റിഫിക് ആണ്? ഇതെങ്ങനെയാണ് ആളുകളെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്? അതെ, ഈ ഡീടോക്സ് ഡ്രിങ്കുകളെ കുറിച്ചിട്ട് തന്നെ ഇവൻ CDC പോലും വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും പലപ്പോഴായിട്ട് കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ ഡീടോക്സ്, അതുപോലെ തന്നെ ബോഡി ക്ലെൻസിങ് എന്ന് പറയുന്ന സെറ്റപ്പ് ആ പേരിലുമൊക്കെ അറിയപ്പെടാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് ഡീടോക്സിഫൈ ചെയ്യുക, മനുഷ്യൻ്റെ ശരീരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രിങ്ക് എന്നുള്ളൊരു രീതിയിലാണ് ഈ ഡീടോക്സ് ഡ്രിങ്കുകളൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഇത് കംപ്ലീറ്റ് അശാസ്ത്രീയമായിട്ടുള്ളൊരു കാര്യമാണ്. മനുഷ്യൻ്റെ ശരീരത്തിൽ ഇങ്ങനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള ചില സെറ്റപ്പുകളൊക്കെ ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള കുറേ രീതികളുണ്ട്, അതിന് ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഓർഗൻ സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എസ്പെഷ്യലി നമ്മളായിട്ട് കുറച്ച് ഡീടോക്സ് ഡ്രിങ്ക്സ് കൊടുത്ത് ഇതൊന്നും പുറത്ത് കളയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഇതുപോലത്തെ ചില കാര്യങ്ങളൊക്കെ കൊടുത്ത് ചില ഡീടോക്സിഫിക്കേഷൻ തെറാപ്പിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെലേഷൻ തെറാപ്പി എന്നൊക്കെ പറയുന്ന ചില വളരെ അപൂർവമായിട്ട് ചില ടോക്സിക് മെറ്റീരിയൽസുകളൊക്കെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള തെറാപ്പീസ് ഉണ്ട് എന്നുള്ളതല്ലാതെ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഈ ഡീടോക്സ് ഡ്രിങ്ക്സ് എന്നൊക്കെ പറയുന്നതൊക്കെ വെറും എന്താ പറയുന്ന ശാസ്ത്രത്തിന് നിരക്കാത്ത കുറേ കാര്യങ്ങളാണ്. അത് വെച്ചിട്ട് അത് ഫിറ്റ്നസ്സിനെ ഇമ്പ്രൂവ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങളും കരുതില്ലേ, ശരീരത്തിനകത്തുള്ള മാലിന്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം കൂടും എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സൈറ്റേഷൻ തോന്നില്ലേ? ആ പോലത്തെ ഇതുപോലത്തെ വളരെ നിസ്സാരമായിട്ടുള്ള എക്സൈറ്റേഷൻ്റെ പുറത്ത് വീണ് പോകുന്ന ആൾക്കാരാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഈ ഡീടോക്സ് ചെയ്യുന്ന സമയത്ത് ഇവർ അവരുടെ ഡയറ്റിനകത്ത് കുറേ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് വെയിറ്റ് ലോസ് വരികയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഇതുകൂടാതെ, വെയിറ്റ് ലോസ് കൂടാതെ ഇത് മറ്റ് പല രോഗാവസ്ഥകൾക്കും ഉപയോഗമാണ് എന്ന് മാർക്കറ്റ് ചെയ്യപ്പെടാറുണ്ടെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള നല്ല തെളിവുകളൊന്നും ഒരിടത്തും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിനോട് കൂട്ടിച്ചേർത്ത് ചോദിക്കാനുള്ള 1-2 ചോദ്യങ്ങൾ ഞാൻ ഒരുമിച്ചങ്ങ് ചോദിക്കാം. അപ്പോൾ ഈ വെയിറ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡയറ്റുകൾ നമ്മുടെ നിലവിലുണ്ട്, കീറ്റോ ഡയറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നൊയമ്പെടുക്കുന്നത്. ഒരുപാട് ആളുകൾ ഈവൻ ആ ഒരു റിലീജിയസ് തോട്ടോടെ കൂടെ അല്ലാതെ തന്നെ ഇപ്പം യൂട്യൂബിൽ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇന്ന് ഞാൻ നൊയമ്പ് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതൊരു വീഡിയോ ആയിട്ട് ഇടാറുണ്ട്. അതിലും അവർ പറയുന്നത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ്, ബോഡി ഒന്ന് ഡീറ്റോക്സ് ആവും, ഒരു ദിവസം ഫുൾ പട്ടിണി കിടക്കുമ്പോൾ ബോഡിക്ക് എന്തോ കിട്ടും എന്നൊക്കെയാണ്. സോ എങ്ങനെയാണ് ഈ ഒരു പട്ടിണി കിടക്കുന്നത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്, അത് ഡയറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ്. ഇത് വർക്ക് ചെയ്യുന്ന ഒന്നാണോ? ഈ ഡയറ്ററി അഡ്വൈസ് എന്നുള്ളതിനേക്കാളും ഡയറ്ററി അഡ്വൈസ് തരാൻ ഞാൻ ആളല്ല, ഞാൻ എൻ്റെ സയൻസ് സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ എപ്പോഴും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഈ ആരോഗ്യ സാക്ഷരത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡീടോക്സ് നമുക്ക് ആരെയും ചികിത്സിക്കാനല്ല കേട്ടോ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾ ഒരു രോഗിയായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോകുകയാണെങ്കിൽ അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത്. നമ്മുടെ ശരീരം ഡീടോക്സ് ചെയ്യാനായിട്ടാണ് നമുക്ക് പ്രധാനമായിട്ട് 2 അവയവങ്ങളുള്ളത്, ലിവറും കിഡ്നിയും ഒക്കെ. അത് ആ ജോലി ചെയ്തോളൂ. ഇനി അതിനെ ഈ ബ്രഷിട്ട് കഴുകണം എന്നുള്ള ചിന്ത വരാനുള്ള കാരണം അകം മുഴുവൻ മാലിന്യമാണ് എന്നുള്ളൊരു പഴയ ചിന്താഗതിയുടെ ഭാഗമാണ്. ഇടയ്ക്ക് ഏതൊരു സെലിബ്രിറ്റി സിനിമ നടി പറഞ്ഞായിരുന്നു,
കുടലൊക്കെ പണ്ട് പുറത്തെടുത്തിട്ട് തേച്ച് കഴുകിയിട്ട് അകത്ത് വയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല, ശരീരമൊക്കെ ശുദ്ധി ആയിക്കോളും. ഈ ആയുർവേദത്തിൻ്റെ കാര്യം അതിൻ്റെ ഇടയിൽ പറഞ്ഞേക്കാം. ഈ അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമനവും അതുപോലെ ഈ ഡയറിയ ഉണ്ടാക്കുക ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന തെളിവുള്ള 2 കാര്യമാണ് കേട്ടോ, എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഒരു ഇഷ്ടമല്ലാത്തൊരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഛർദ്ദിക്കും, അല്ലെങ്കിൽ നമുക്ക് ടോക്സിക് ആയിട്ടുള്ള സാധനം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഛർദ്ദിക്കും, ഇല്ലെങ്കിൽ ഇപ്പോൾ മലദ്വാരത്തിൽ ഒരു സോപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാലും വയറിളക്കം വരും. അത് നമ്മുടെ ഒരു ശരീരത്തിൻ്റെ റിയാക്ഷനാണ്. എല്ലാത്തിനുമുള്ള ആയുർവേദത്തിൻ്റെ 2 സൊല്യൂഷനാണ് ഈ പറഞ്ഞ പോലെ. അവരുടെ ടൈപ്പ് ഓഫ് ഒരു ഡീറ്റോക്സ് ആണത്. എന്ത് വന്നാലും ഛർദ്ദിപ്പിക്കുക അല്ലെങ്കിൽ വയറ്റിളക്കുക. ഇത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് നമുക്ക് തെളിവും കണ്ടുപിടിക്കാൻ പറ്റും. അതിന് പിന്നിൽ യാതൊരു ലോജിക്കും ഇല്ലെന്നേ ഉള്ളൂ. ഞാൻ പിന്നെ പറയാൻ വന്ന കാര്യം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ റംസാൻ ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ്. അതാണ് ചോദ്യം. അത് ഈ റംസാൻ ആയ സമയം അടുപ്പിച്ചിട്ട് മുൻ DGP ആയിട്ടുള്ള അലക്സാണ്ടർ ജേക്കബ്, അതുപോലെ കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പാണ് പെരിട്ടോണിയം പൊട്ടി അതിൽ നിന്ന് പ്രത്യേക ഒരു എൻസൈം വരുന്നൊക്കെ പറയുകയും, അല്ലെങ്കിൽ പല ആളുകളും പണ്ട് റംസാൻ നോമ്പിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് റിവീൽഡ് ട്രൂത്ത് ആയിട്ട് നമുക്ക് കിട്ടിയത് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിന് അവർ കൊണ്ടുവന്ന പേപ്പറുകൾ പലതും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ പേപ്പറാണ്. അപ്പോൾ എന്താണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്? ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 12 to 16 hours എങ്കിലും ആഹാരം കഴിക്കാതിരിക്കുക, അതിനുശേഷം കഴിക്കുക. അത് വെയിറ്റ് ലോസ് ഉണ്ടെന്നുള്ളതിന് കുറച്ച് തെളിവുകളുണ്ട്. അപ്പോൾ ആ ഫാസ്റ്റിങ്ങിൻ്റെ പേപ്പറുകളുണ്ട്. ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻ്റർമിറ്റൻ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇടയ്ക്കിടയ്ക്ക്. ഇൻ്റർമിറ്റൻറ്റ് ഫീവർ, ഇൻ്റർമിറ്റൻറ്റ് പെയിൻ, ഇൻ്റർമിറ്റൻറ്റ് റെയിൻ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്കുള്ള സംഭവമാണ്. അപ്പോൾ കുറച്ച് നേരം ഫാസ്റ്റ് ചെയ്യുക, അതിനുശേഷം ഇത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും വെയിറ്റ് ലോസ് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതിന് ധാരാളം പേപ്പറുണ്ട്. ചില ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നും ചില പേപ്പറുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എവിഡൻസ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഈ റംസാൻ ഫാസ്റ്റിങ്ങിൻ്റെ പുറത്തേക്ക് കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഇപ്പോൾ മലപ്പുറത്ത് കോഴിക്കോട് എങ്ങാണ്ട് ഒരു കുട്ടി ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് മരിച്ചു എന്നുള്ളതാണ്. കാര്യം വെള്ളം പോലും കുടിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. നമ്മളെപ്പോഴും റീഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഗുണമല്ല അതിന് കിട്ടുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച മെറ്റാ അനാലിസിസുകൾ പോലും ഉണ്ട്. അതെല്ലാം കാണിക്കുന്നത് റംസാൻ ഫാസ്റ്റിങ്ങിന് വെയിറ്റ് ലോസിനെ അതൊരു ട്രാൻസിയൻ്റ് ആയിരിക്കും. അതായത് ഈ ഒരു മാസം ചെയ്യുമ്പോൾ മാത്രം കുറച്ചിട്ട് ചിലപ്പോൾ അഥവാ ഒന്ന് താഴെ പോയാലും തിരിച്ച് കയറി വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് ലോങ് ടേം ആയിട്ടുള്ള യാതൊരു ഗുണവും ഇല്ല, വെയിറ്റ് കുറയുന്നില്ല. എന്നാൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നവർക്ക് വെയിറ്റ് ലോസിന് ഗുണം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് കിട്ടുന്ന ഒരു കാര്യം. ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോമ്പ് സമയത്ത് ഒരുപാട് വീഡിയോകൾ ഇതുപോലെ സയൻറ്റിഫിക് ആയിട്ട് നോമ്പ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ധാരാളം വീഡിയോകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊന്നും ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു അടിത്തറയും ഇല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമുക്ക് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പം ഓഡിയൻസിനാണെങ്കിൽ തന്നെ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷേ സാഡ്ലി നമുക്ക് സമയം വളരെ കുറവാണ്. നമ്മുടെ സംഘാടകർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സമയം കഴിഞ്ഞു നിർത്തിക്കുമെന്നുള്ളത്. അപ്പോൾ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. നമ്മുടെ പാനലിസ്റ്റുകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും വിഷയത്തിനെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. അതുപോലെ നമ്മുടെ ഓഡിയൻസ് വളരെ നല്ലപോലെ നമ്മുടെ ഡിസ്കഷനുമായിട്ട് സഹകരിച്ചു. ഡോക്ടറിനാണെങ്കിൽ തന്നെ നമ്മൾ എസൻസ് തന്നെ ഒരു വേദി കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മളെത്തി. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അറിവിങ്ങനെ ഡിസ്കഷനിലൂടെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നല്ല ഡിസ്കഷനായിരുന്നു ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. സ്യൂഡോ സയൻസിനെ ഒരു പരിധിവരെ, സ്യൂഡോ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അംബ്രല്ല ടേമാണ്, ഒരുപാട് കാര്യങ്ങൾ അതിൽ വരും. അപ്പം ഈ സമയപരിമിതിക്കുള്ളിൽ നമുക്ക് പറയാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. സ്യൂഡോ സയൻസിനെ ഒരു പരിധിവരെ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ നമുക്ക് അവസരം തന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിലെ നമ്മുടെ സംഘാടകരോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.